മാം ഇതുവരെ MCQ ഞങ്ങക്ക് തന്നിട്ടില്ലല്ലോ. കൃഷ്ണ കേട്ടോ, ഇന്ന് തിരിയ സമയമില്ല, അതാണ് MCQ ഇരുന്ന് എഴുതാൻ. ചുമ്മാ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ MCQ. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ഒരു ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം, ചിലപ്പോൾ പോണ വഴിക്ക് ഇപ്പൊ സ്മിത ചെയ്ത പോലെ ബസ്സിലിരുന്നൊക്കെ ചെയ്യാം. പക്ഷെ MCQ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് ആലോചിക്കണം, തരുന്ന ഓപ്ഷൻസ് ഒക്കെ തെറ്റാതെ നോക്കണം, ഓപ്ഷൻസിൽ എന്തെങ്കിലും പ്രോബ്ലം ഇല്ലാതെ നോക്കണം. അപ്പൊ അതിരുന്ന് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ എനിക്കതൊരു 1 hour ഒക്കെ എടുക്കും ആ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ആ ടൈമിന്റെ ഒരു പ്രോബ്ലം കൊണ്ട് എനിക്ക് കോൺസെൻട്രേഷൻ ഇല്ലാത്ത സമയത്ത് ഞാൻ ഈ പരിപാടി ചെയ്യില്ല. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ചെയ്തു തരാത്തത്. ഓക്കെ ഓക്കെ മാം, ഞാൻ ഇതുവരെ തന്നിണ്ടായിരുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാ. 5th ബാച്ച്. മറ്റേ നമ്മളുടെ ബാക്കി ചാപ്റ്റേഴ്സിന്റെ ഒക്കെ അങ്ങനെയൊക്കെ കിട്ടിയിട്ടില്ലേ? ഇല്ല, ഇതുവരെ PGയുടെ ഒരു MCQ തന്നിട്ടില്ല ഞങ്ങളുടെ. PGയുടെ തന്നിട്ടില്ല, PGയുടെ തരാം. ഓക്കെ, സോ ജ്യോതി. ഗുഡ് ആഫ്റ്റർനൂൺ മാം. മാം, ഇന്ന് ഞാനൊരു സെമിനാർ ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. ഇന്ന് സെമിനാർ ചെയ്യാനുള്ളവരൊക്കെ ചെയ്യും, ഞാനിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് വന്നേക്കോ. ക്ലാസ് തീരാറായല്ലോ നമുക്ക്, അപ്പൊ അതുകൊണ്ട് ഞാനൊരു സെമിനാർ എടുക്കാത്തവരുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് ലിസ്റ്റ് ഉണ്ട്. എന്ത് പറ്റി ഹരിത? അല്ല, ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നെയിംസ്, അപ്പൊ പോർഷൻസ് തരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ തന്നെ ടോപ്പിക്സ് എടുക്കാം. ഇനി അതല്ല ഞാൻ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ ടോപ്പിക്സ് തരാം. ജ്യോതി ഇപ്പൊ തന്നെ സെലക്ട് ചെയ്ത് വന്നിരിക്കല്ലേ ജ്യോതി? ഓക്കെ ലുഡിയ, പ്രെയർ ചെയ്തോളൂ. ബാങ്കോക്കിൽ നിന്ന് നമുക്ക് പ്രെയർ. ഓക്കെ ലുഡിയ, സ്റ്റാർട്ട് ചെയ്തു. Dear God, bless our school today and guide us our way. Help us learn and grow and bless our friends and family. Jesus loved me, this I know, for the Bible tells me so. Little ones to him belong. They are weak, but he is strong. Thank you, God, for all we have, for our families and our friends we love. Help us share and care for each other and fill our hearts with joy and laughter. God is great, God is great, God is good. God is good. Let us thank him for everything that we have. Amen. ഓക്കെ, അപ്പൊ ഇന്ന് ജ്യോതി റെഡിയാണ് സെമിനാറിന്. വേറെ ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ? ഓക്കെ ഫൈൻ. അപ്പൊ ജ്യോതിയുടെ സെമിനാർ നമുക്ക് ആദ്യം, അതോ കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ? എന്താ ജ്യോതി വേണ്ടേ? മാം, ഞാൻ എടുത്തിട്ട് മതിയോ? ജസ്റ്റ് റിക്വസ്റ്റ്. ജ്യോതി ആദ്യം ചെയ്യണോ? ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട്. ഓക്കെ. ഹലോ എവറിബഡി, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ജ്യോതിയാണ്. ഐ എം ഫസ്റ്റ് ബാച്ച്, MT ഫസ്റ്റ് ബാച്ച് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് PG ക്ലാസ് ഇന്ന് അറ്റൻഡ് ചെയ്യണത് തന്നെ. പക്ഷെ മുടങ്ങാതെ ഞാൻ എല്ലാ റെക്കോർഡ് ക്ലാസ് കേൾക്കാറുണ്ട് മാം. ഞാനിങ്ങനെ കിച്ചണിൽ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാൻ കേൾക്കാണ്. അതാണ് ഏറ്റവും വലിയ നല്ലൊരു എന്താ പറയാ, വീഡിയോസ് ഇങ്ങനെ കേൾക്കുന്നത് എനിക്കൊരു ശീലമാണ്. പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കും, അതുപോലെ തന്നെ ഇത് റെക്കോർഡ് ക്ലാസ് മുടങ്ങാതെ ഞാൻ കേൾക്കും. അപ്പോ ഇന്ന് എന്തായാലും എനിക്കൊരു സെമിനാർ ചെയ്യണം എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യാണ്. മാം, ഞാനൊരു പവർ പോയിന്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പ്രസന്റ് ചെയ്യാം. മാം, ഈ സെമിനാർ അസൈൻമെന്റ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നവർ എന്താ ചെയ്യേണ്ടത്? അതായത് സ്മിത, നമുക്കിപ്പോ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ലൈവില് വന്ന് ചെയ്യാനും അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാൻ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരോടാണ് ഒന്നുമില്ലെങ്കിൽ സെമിനാർ റിപ്പോർട്ട് അല്ലെങ്കിൽ അസൈൻമെന്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. അവര് കയ്യിൽ സൂക്ഷിക്കുക. നമുക്ക്
ഒന്നില്ലെങ്കിൽ എന്നെ പേഴ്സണലി അവർക്ക് കോൺടാക്ട്, എല്ലാവരും MT5 വരെയുള്ളവർക്ക് എന്റെ നമ്പർ ഉണ്ട്. അങ്ങനെയുള്ളവർ എന്നെ പേഴ്സണലി എനിക്കൊരു മെസ്സേജ് അയക്കും. അപ്പൊ ഞാൻ അവർക്കൊരു ടൈം കൊടുക്കും. ആ സമയത്ത് ജസ്റ്റ് അവരുമായിട്ടൊരു ഇന്ററാക്ഷൻ, ഒരു 5 minutes. അതൊന്ന് ക്ലാസ് റൂമിൽ ഇട്ടേക്കണേ സ്മിത, കേറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലേ. ഓക്കെ 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 മാം. മാം ഇത് ജ്യോതി എന്താ പറ്റി, എന്താ ഇത് പറയാ? കാണുന്നുണ്ടോ? കാണുന്നുണ്ടായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് പോയി. ഓക്കെ, ഞാനത് മിനിമൈസ്. ഇപ്പൊ കാണുന്നുണ്ടോ എല്ലാവർക്കും? കാണാം. ഓക്കെ, ജ്യോതി ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എന്താ മാം? ഞാൻ മറ്റുള്ളവരോട് പറയായിരുന്നു ജ്യോതി ഒന്ന് പിൻ ചെയ്ത് വെക്കാൻ. ഓക്കെ, ഇതിപ്പോ എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ ഇന്ന് ടോപ്പിക് എടുക്കാന്ന് വിചാരിച്ചത് മോട്ടിവേഷൻ ടെക്നിക്സ് ഇൻ ക്ലാസ് റൂം ടീച്ചിങ് ആണ്. അപ്പോ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള കാരണം, മാം ഒരു 2-3 ക്ലാസ്സിന്റെ മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തു. അപ്പോ അതില് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴത്തെ കുട്ടികള് വഴിതെറ്റി പോവാണ്, ഡ്രഗ്സിനും ഓരോന്നിനൊക്കെ ശീലമായിട്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു സംഭവം ഉണ്ടായല്ലോ, ഷബാസ് പറഞ്ഞിട്ട് ഒരു പയ്യന് കൊല ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടാവാനുള്ള കാരണം എന്തുകൊണ്ടായിരിക്കും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടി വരും. അപ്പോ മേ ബി അത് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു പരിഗണന, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ജീവിക്കുന്ന ഒരു സൊസൈറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പരിഗണന ആയിരിക്കാം മോസ്റ്റ്ലി നമ്മളെ എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ വളരുന്നത് ഏത് രീതിയിലാണ് വളരുന്നത്, അപ്പോൾ അവരെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നത് അവർ വളരുമ്പോൾ, അപ്പൊ അതൊക്കെ നമ്മളെ ബാധിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നതാണ്. അപ്പൊ മാം പറഞ്ഞു ആ സെമിനാറിൽ ഇങ്ങനെ 30-40 ഇയേഴ്സ് ആവുമ്പോഴത്തേക്കും ഈ പിള്ളേര് 30-40 ഇയേഴ്സ് ആവുമ്പോഴത്തേക്കും ഒരു അൺപ്രൊഡക്റ്റീവ് സിറ്റിസൺസ് ആയിട്ട് മാറും എന്നൊക്കെയാണ്. അത് ശരിയാണ്, പക്ഷെ അവർക്ക് ഒരു ഗോൾ ഇല്ല, ഒരു എയിം ഇല്ലാതെ ഇങ്ങനെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക്. അപ്പോ അവർക്ക് നമ്മൾ എങ്ങനെയൊക്കെയാണ്, അവരാണ് ഇനി ഫ്യൂച്ചറിൽ ഒരു റൂൾ ചെയ്യാൻ പോകുന്ന ആൾക്കാർ. അപ്പോ അതുകൊണ്ട് എനിക്ക് തോന്നി, നമ്മള് മോണ്ടിസോറി സ്കൂളിൽ മാം പറഞ്ഞ പോലെ പിള്ളേരെ നമ്മുടെ കയ്യിലാണ് നമ്മൾ മൗൾഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്കാണുള്ളത്, ആ ഒരു റോള് നമുക്കുള്ളതാണ്. അപ്പോ ഒരു കുട്ടി വളരുമ്പോ അവരുടെ പേരൻസും ഫാമിലിയും ഒക്കെ കഴിഞ്ഞിട്ട് അവർ സ്കൂളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ടീച്ചർ അല്ലെങ്കിൽ ഫസ്റ്റ് ഗുരു എന്ന് പറയുന്നത് മോണ്ടിസോറി ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പോ ഒരു 2.5 ഇയേഴ്സ് ആവുമ്പോഴത്തേക്കും നമുക്കാണ് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അപ്പൊ ആ കുട്ടിയെ എങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഈ ടോപ്പിക് എടുക്കാനുള്ളൊരു മോട്ടിവേഷൻ വന്നത്. അപ്പൊ മോട്ടിവേഷൻ പറഞ്ഞ എല്ലാവർക്കും അറിയാം എന്താന്ന് പറഞ്ഞിട്ട്, ഒരു പ്രേരണ. അപ്പൊ നമ്മളെല്ലാവരും ഈ കോഴ്സ് ജോയിൻ ചെയ്തതും നമുക്കൊരു പ്രേരണ, നമുക്കൊരു മോട്ടീവ് ഉണ്ട്, ഒരു ഡിസയർ ഉണ്ട്, എന്താവണം, എന്തുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നത് പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിലും ഇങ്ങനെ സ്കൂളിലോ അല്ലെങ്കിൽ ഫാമിലിയിലോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാൾ എപ്പോഴും ഉണ്ടാവും കൂടെ, അല്ലെ? ഇപ്പോ നമ്മൾ വളരുമ്പോൾ നമ്മുടെ ഫാമിലി, നമ്മുടെ പേരൻസ് ആയിരിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കാം. സോ ടീച്ചേഴ്സ് ആണ് ഏറ്റവും വലിയ, നമുക്കിപ്പോ നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു ടീച്ചറിനെ കിട്ടിയാൽ എനിക്ക് നന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് മാം വൈവല് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ റോൾ മോഡൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീച്ചർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫേവറേറ്റ് ടീച്ചർ വന്നിട്ട്. അപ്പൊ എനിക്ക് അൺഫോർച്ചുനേറ്റ് ആയിട്ട് അങ്ങനെ ഒരു ടീച്ചറിനെ കിട്ടിയിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞിരുന്നു, മാമിനോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അറ്റ് ദ റൈറ്റ് ടൈം നമ്മളെ മൗൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീച്ചർ നമുക്ക് കിട്ടിയാൽ നമ്മുടെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോ ഫേമസ് ആയിട്ടുള്ള 2 ആൾക്കാർ നമുക്കറിയാം. ഒന്ന് ഹെലൻ കെല്ലറിനെ ടീച്ച് ചെയ്ത മിസ് ഹാനി സലിവൻ. അപ്പൊ അവരുടെ കഴിവിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിസേബിലിറ്റീനെ കാര്യാക്കാതെ അവരെ പഠിപ്പിച്ചിട്ട് അവരൊരു ഫസ്റ്റ് ആർട്സിൽ ഒരു ബ്ലൈൻഡ് സ്റ്റുഡന്റും ഹിയറിംഗ് ഇമ്പയർഡ് ഉള്ള സ്റ്റുഡന്റ് ആണ് അവര്. അപ്പൊ അവരെ ആ ഒരു നിലയിലേക്ക് എത്തിച്ചത് ടീച്ചറിന് വലിയൊരു പങ്കുണ്ട്. അതുപോലെ റീസെന്റ് ആയിട്ട് ഞാനൊരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു, ശ്രീകാന്ത് ബൊല്ലയുടെ
ശ്രീകാന്ത് ബൊല്ല, മൂവിയുടെ നെയിം തന്നെ അത് തന്നെയാണ്. അപ്പൊ ആ മൂവിയിലും ഹീസ് എ ബ്ലൈൻഡ് സ്റ്റുഡന്റ്. സോ ആൻഡ് ഹി കംസ് ഫ്രം എ വില്ലേജ്. അപ്പോ ആ പുള്ളിക്കാരന് സപ്പോർട്ട് ചെയ്തത് മെയിൻ ആയിട്ട് പറയണമെങ്കിൽ അവരുടെ ടീച്ചറായിരുന്നു. അപ്പൊ ആ ടീച്ചറാണ് വഴിയാണ് അയാള് ഒരു ഫേമസ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആയത് തന്നെ. അപ്പൊ ആ മൂവി കണ്ട എല്ലാവർക്കും മനസ്സിലാവും ടീച്ചറിന്റെ റോൾ എത്രമാത്രം ഉണ്ടെന്ന്. അപ്പോ നമ്മൾക്ക് നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ബിഹേവിയറിനെ മോൾഡ് ചെയ്യണത് ഒരു ടീച്ചർ തന്നെ ആയിരിക്കും. അപ്പോ ടീച്ചർക്ക് മാത്രമല്ല മറ്റേ ആൾക്കാരും ഉണ്ട്, നമ്മുടെ പേരൻസ് ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ വെൽവിഷേഴ്സ് ഉണ്ട്, നമ്മുടെ കൊലീഗ്സ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും നമ്മുടെ ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും ഒരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ മോട്ടിവേറ്റേഴ്സ് എപ്പോഴും നമുക്ക് വേണം. അപ്പോ നമ്മളായി തീരണം ആ മോട്ടിവേറ്റേഴ്സ്. ഇനി നമ്മള് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കുട്ടിയാണെങ്കിലും പോലും, ചെറിയൊരു കുട്ടി ഇപ്പോ നടക്കാൻ പ്രായമായിട്ടില്ല, മുട്ടുകുത്തി നടക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് ഒരു മോട്ടിവേഷൻ എങ്ങനെ കിട്ടുന്നത്? നടക്കണം എന്ന് പറഞ്ഞിട്ട്. അത് മറ്റുള്ളവരെ കണ്ടിട്ടായിരിക്കാം. ഇപ്പൊ ഒരു സാധനം അവിടെ ഉണ്ട്, ഒരു ടോയ് അവിടെ ഉണ്ട്. അപ്പൊ ആ കുട്ടിക്ക് അത് കിട്ടുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും എത്തുന്നില്ല ഇരുന്ന സ്ഥലത്ത് നിന്ന്. അപ്പൊ ആ കുട്ടി മറ്റുള്ളവരെ കണ്ടിട്ടുണ്ട്, അവരൊക്കെ നടക്കുന്നു, അവരുടെ ആ കുട്ടിയുടെ ചേച്ചിയോ ഏട്ടനോ നടക്കുന്നു, അപ്പൊ എനിക്ക് നടക്കുന്നില്ല, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല വിചാരിച്ചിട്ട് ആ കുട്ടി ഇരിക്കുന്നില്ല. അപ്പൊ ട്രൈ ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷൻ ആണ്. അത് എടുക്കണം എന്ന് പറഞ്ഞൊരു നമുക്കൊരു ഗോൾ ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ സ്റ്റേജിലും നമുക്ക് ഈ മോട്ടിവേഷൻ വേണ്ടതാണ് ലൈഫിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സെമിനാറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ഉണ്ട്. പിന്നെ എക്സ്പ്ലോറിംഗ് കീ തിയറീസ് ദാറ്റ് ഷേപ്പ് മോട്ടിവേഷൻ, ഏതൊക്കെ തിയറീസ് ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ട്, മോട്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രാക്ടിക്കൽ ടെക്നിക്സ് ടു കീപ് സ്റ്റുഡൻസ് മോട്ടിവേറ്റഡ്, അപ്പൊ ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓവർകമ്മിങ് ചാലഞ്ചസ് ഇൻ മെയിൻറ്റെയിനിങ് മോട്ടിവേഷൻ, അപ്പൊ നമ്മളൊരു കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ കുറെയൊക്കെ ചാലഞ്ചസ് വരും. അപ്പോ മേ ബി ആ കുട്ടിക്ക് ചിലപ്പോൾ അത് ആ സമയത്ത് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെയാണ് പിന്നെയും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ഹോപ്പ് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ സെമിനാറിൽ കാണാൻ പോകുന്നത്. So types of motivation, intrinsic motivation which comes from within the student. So ഇത് നമ്മളിൽ എല്ലാവരിലും ഉള്ളതാണ്. നമുക്കിപ്പോ ഏതിലെങ്കിലും ഒന്നിലും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഒരു പാഷൻ ഉണ്ടാവും. അപ്പോ ചിലവർക്ക് ഡാൻസ് ആയിരിക്കാം, ചിലവർക്ക് പാട്ടായിരിക്കാം, ചിലവർക്ക് എന്തെങ്കിലും സ്പോർട്സിലായിരിക്കാം ഇൻട്രസ്റ്റ്, ആർട്ടിലായിരിക്കാം. അപ്പോ എക്സാമ്പിൾ ആണ് എ സ്റ്റുഡന്റ് റീഡിങ് അബൌട്ട് സ്പേസ് ബിക്കോസ് ദേ ആർ ഫാസിനേറ്റഡ് ബൈ പ്ലാനറ്റ്സ്. അപ്പോ ആ കുട്ടിക്ക് പ്ലാനറ്റ്സിനെ കുറിച്ചിട്ടും അതിനെ കുറിച്ചിട്ടൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോ അതിനെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ പറയുന്നത്. പിന്നെ രണ്ടാമത് വരുന്നതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, അതായത് ഡ്രിവൻ ബൈ എക്സ്റ്റേണൽ റിവാർഡ്സ് ഓർ കോൺസിക്വൻസസ്. എക്സാമ്പിൾ, പാർട്ടിസിപ്പേറ്റിംഗ് ആക്റ്റീവ്ലി ടു ഏൺ എ സർട്ടിഫിക്കറ്റ് ഓർ അവോയ്ഡ് പണിഷ്മെന്റ്. ഇത് നമ്മൾ ചെയ്യുന്നത് എന്താ? ഓക്കെ, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് പണിഷ്മെന്റ് അവോയ്ഡ് ചെയ്യണം, എനിക്ക് പണിഷ്മെന്റ് വേണ്ട, അതുകൊണ്ട് ഞാൻ ചെയ്യാണ് എന്ന് പറഞ്ഞതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. പറഞ്ഞാൽ അത് പുറത്തുനിന്ന് വരുന്നതാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല. അപ്പോ ഇതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, ബെനിഫിറ്റ് കിട്ടും, അതുകൊണ്ട് ഞാൻ ചെയ്യാണ്, അതിനാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഞാൻ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ മുമ്പൊക്കെ ക്ലാസ്സിൽ ഇങ്ങനെ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ഈ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ PT പീരീഡ് കട്ടാവും. ജനറലി അങ്ങനെ ടീച്ചേഴ്സ് പറയാറുണ്ട്. അപ്പൊ കുട്ടികൾ എന്താ അത് പേടിച്ചിട്ട് ഇല്ല ഞാൻ ചെയ്തു വെക്കാം എന്ന് പറഞ്ഞ് ചെയ്തു വെക്കും. അപ്പൊ അവർക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. പക്ഷെ എക്സ്റ്റേണൽ ആയിട്ട് ടീച്ചർ പറയുന്നുണ്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു, അതുകൊണ്ട് ചെയ്യുന്നു. അതിനാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ പറയുന്നത്. പിന്നെ ക്ലാസ് റൂം എക്സാമ്പിൾസ് എവിടേക്കാണ് നമ്മൾ ഈ മോട്ടിവേഷനെ കാണാൻ പറ്റുക? എൻകറേജ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, നമ്മൾ ഉള്ളിൽ നിന്ന് വരണം. മോട്ടിവേഷൻ ആവണമെങ്കിൽ, മോട്ടിവേറ്റഡ് ആവണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്? എൻകറേജ് intrinsic motivation by allowing project based learning or inquiry based tasks. അപ്പോ PBL എന്ന് പറയും, പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്. അപ്പോ പ്രോജക്ട് ബേസ്ഡ് പറയുമ്പോൾ നമ്മളിപ്പോ എന്തെങ്കിലും, ഇപ്പൊ ചില കുട്ടികൾക്ക് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ വലിയൊരു താല്പര്യമായിരിക്കും. അപ്പൊ ആ കുട്ടികൾക്ക് പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് അങ്ങനത്തെ കൊടുത്താൽ അവർ കൂടുതൽ എൻകറേജ്മെന്റ് ആവും, അവർക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും.
അത് പിന്നെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു കുട്ടിക്ക് ഇത് നമുക്ക് കൂടുതലും ഈ സീനിയർ സെക്കൻഡറി ലെവലിലുള്ള സ്റ്റുഡൻസിനൊക്കെ പറയുകയാണെങ്കിൽ അവര് ഒരു മാത്സ് കോൺസെപ്റ്റ് എടുക്കുക. അപ്പൊ നമ്മൾ പറയാണ് ഒരു ബാലൻസ് ഡയറ്റ് ഉണ്ടാക്കുക, ഒരു ദിവസത്തിന്റെ ബാലൻസ് ഡയറ്റ് നിങ്ങൾ ഉണ്ടാക്കി വരിക എന്ന് പറഞ്ഞു. വെറുതെ ഒരു പ്രോജക്റ്റ് കൊടുത്തു. അപ്പൊ അവര് രാവിലെ എന്ത് കഴിച്ചു, ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു, നൈറ്റ് എന്ത് കഴിച്ചു, അതൊക്കെ അവര് എഴുതുന്നുണ്ട്. എഴുതിയിട്ട് ഞാൻ പറയാണ് ഓരോന്നിന്റെയും നിങ്ങൾ കാലറീസ് കണ്ടുപിടിക്കണം. ഇപ്പോ ഇഡ്ഡലി കഴിച്ചാൽ ഇഡ്ഡലിയിലുള്ള കാർബോഹൈഡ്രേറ്റ് എത്ര, പ്രോട്ടീൻ എത്ര, അങ്ങനെ ഓരോന്നിന്റെ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ അവിടെ ഒരു കാൽക്കുലേഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഒരു മാത്സ് കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻക്വയറി ബേസ്ഡ് ടാസ്ക്. എൻക്വയറി ബേസ്ഡ് ടാസ്ക് പറഞ്ഞ ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്നതിന്റെ മുമ്പ് തന്നെ കുട്ടികളോട് ചില ചോദ്യങ്ങൾ, ഒരു ടോപ്പിക് എടുക്കുന്നതിന് മുമ്പേ കുട്ടികളോട് ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുക. അപ്പൊ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഹൗ ഡു പ്ലാന്റ്സ് മേക്ക് ഫുഡ്, വൈ ഓൺലി പ്ലാന്റ്സ് മേക്ക് ഫുഡ്, അല്ലെങ്കിൽ വൈ ഡു സം ആനിമൽസ് ലേസ് എഗ്സ്, സം ആനിമൽസ് ഗിവ് ബർത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് ഉള്ള കിറ്റ് എന്തൊക്കെയാ ഉള്ള, അങ്ങനത്തെ ഒക്കെ ചോദിക്കും. ഇപ്പൊ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് തൊട്ട് തന്നെ തുടങ്ങാം. നമുക്ക് അവരുടെ വീട്ടിൽ എന്തൊക്കെയാ ഉള്ള, അപ്പൊ അവരൊക്കെ അതൊക്കെ പറയാൻ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. എന്റെ വീട്ടിൽ ഇതുണ്ട്, എന്റെ വീട്ടിൽ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിപ്പോ കഴിഞ്ഞ ഈ സ്കൂൾ ടീച്ചിങ്ങിന് പോയപ്പോ, ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ ഞാനൊരു ഒരു ലെസൺ എടുക്കുന്നുണ്ടായി. അതായത് കമ്മ്യൂണിറ്റി വർക്കേഴ്സിനെ പറ്റിയിട്ട് എടുക്കാൻ പറഞ്ഞായിരുന്നു എന്നോട്. അപ്പൊ ഞാൻ ആ ക്ലാസ് എടുത്തപ്പോ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ആരൊക്കെ വരിക, കമ്മ്യൂണിറ്റി വർക്കേഴ്സ് ആരൊക്കെ വരിക എന്നൊക്കെ ചോദിച്ചു. അപ്പൊ മീൻസ് ഹെൽപ്പേഴ്സ് ആരൊക്കെ വരിക ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഇലക്ട്രീഷ്യൻസ് വരും, പ്ലംബേഴ്സ് വരും, വെജിറ്റബിൾ സെന്റേഴ്സ്, അങ്ങനെ കുറെ പേര് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ വേറൊരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങള് എങ്ങനെയാണ് അമ്മയെ ഹെൽപ്പ് ചെയ്യുക, ഏതൊക്കെ രീതിയിലാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ഇത് ചെയ്യും, അമ്മയ്ക്ക് ഞാൻ മുറ്റം അടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ തുണി മടക്കി വെച്ചു കൊടുക്കും, അല്ലെങ്കിൽ കാർ വാഷ് ചെയ്യും, അങ്ങനെയൊക്കെ അവര് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പറയണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ എൻക്വയറി ബേസ്ഡ് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അല്ലാതെ നമ്മളെ സ്റ്റാർട്ടിങ് തന്നെ ക്ലാസ് നമ്മൾ എടുക്കുക, ഓക്കെ ഇതാണ് ടോപ്പിക്, ഇതിങ്ങനെയാണെന്ന് പറയുമ്പോൾ അവർക്കൊരു ബോറായിരിക്കും. അപ്പൊ അങ്ങനെ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് അല്ലെങ്കിൽ പ്രോജക്റ്റ്, ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ, ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുക പ്രോജക്റ്റ്, അപ്പൊ അങ്ങനെ അവർക്ക് മോട്ടിവേറ്റഡ് ആവും. പിന്നെ യൂസ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ സ്ട്രാറ്റജിക്കലി സച്ച് ആസ് ഇംപ്ലിമെന്റിംഗ് റിവാർഡ് സിസ്റ്റംസ് ഓർ പബ്ലിക് പ്രൈസ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും അവർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു പോയിന്റ്സ് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് അവരെ പ്രൈസ് ചെയ്യുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. കീ മോട്ടിവേഷണൽ തിയറീസ്. അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ കുറച്ച് റീസെർച്ച് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ മോട്ടിവേഷൻ തിയറീസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ മോട്ടിവേഷൻ ടെക്നിക്സിനെ പറഞ്ഞിട്ട്. അപ്പൊ ഒന്ന് മാസ്ലോസ്, അതായത് അബ്രഹാം മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, പിന്നെ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി ബൈ എഡ്വേർഡ് ഡെസി ആൻഡ് റിച്ചാർഡ് റിയാൻ ഇൻ 1985, പിന്നെ എക്സ്പെക്ടൻസി വാല്യൂ തിയറി. ഈ 3 തിയറീസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ മോട്ടിവേഷൻ ടെക്നിക്സിനെ ഇൻ ക്ലാസ് റൂം ടീച്ചിങ്. അപ്പൊ എന്താണ് ഈ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്? ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു നീഡ്സ് ചാപ്റ്ററിൽ, ഫിസിയോളജിക്കൽ നീഡ്സ്, അതായത് ഹങ്കർ, തേഴ്സ്റ്റ്, റെസ്റ്റ്. അപ്പൊ ഈ 3 ഇല്ലാതെ നമ്മുടെ ജീവിതമില്ല, അല്ലെ? ഇത് പ്രൈമറി നീഡ്സ് ആണ്, ബയോളജിക്കൽ നീഡ്സ് ആണ്. അപ്പോ ഈ 3 സാറ്റിസ്ഫൈ ആവാതെ നമുക്ക് അടുത്ത നീഡ്സിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ബേസിക് ഫണ്ടമെന്റൽ നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സേഫ്റ്റി നീഡ്സ്. സേഫ്റ്റി നീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സെക്യൂരിറ്റി തരണം. ആര്? ഫാമിലി, സ്കൂള്, പോലീസ്, ലോ ആൻഡ് ഓർഡർ. അപ്പോൾ ഒരു സോഷ്യൽ സെക്യൂരിറ്റി, ഒരു സ്റ്റെബിലിറ്റി, നമ്മുടെ ഫൈനാൻഷ്യൽ ആയിട്ട് നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം. നമ്മൾ ജോലിയിലാണെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവണം. പിന്നെ നമ്മളൊരു സെക്യൂർ ആയിട്ട് നമ്മുടെ കൺട്രിയിൽ ജീവിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് വരും. അതാണ് സേഫ്റ്റി നീഡ്സ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്. അപ്പോ നമ്മൾ എല്ലാവരും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക, ഒരു ഇന്റിമസി ഉണ്ടാവുക, ഒരു ഗിവിങ് ആൻഡ് ടേക്കിംഗ് ഉള്ള ഒരു ബിഹേവിയർ ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ സെൽഫ് എസ്റ്റീം,
നമ്മുടെ ഒരു ആത്മധൈര്യം, ആത്മവിശ്വാസം, സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും വളരും. ഇതൊക്കെ വളരുമ്പോഴാണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ പരിപൂർണതയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഹൗ ദിസ് തിയറി ക്യാൻ ബി അപ്ലൈഡ് ഈസ് ensure a safe, inclusive and respectful learning environment. അപ്പോൾ ഏതൊരു കുട്ടിയും ഒരു ക്ലാസ് റൂമിൽ വന്നു കഴിഞ്ഞാൽ അവരെ വേർതിരിക്കരുത്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മൾ ആക്കരുത്. അപ്പോൾ എവ്രിബഡി ഹാവ് എ റൈറ്റ് ടു എഡ്യൂക്കേറ്റ് ഇൻ എ പ്രോപ്പർ വേ. അപ്പോൾ അവരാരും ഹ്യൂമിലിയേറ്റ് ചെയ്യാനും പാടില്ല. നമ്മൾ അവരെ വേർതിരിക്കരുത്. റിലീജിയൻ ബേസിസിലോ കളർ ബേസിസിലോ കാസ്റ്റ് ബേസിസിലോ ഏത് ബേസിസിലാണെങ്കിലും അവരെ വേർതിരിക്കാൻ പാടില്ല. അവർക്ക് എല്ലാ പരിഗണനയും കൊടുക്കണം. പിന്നെ റിക്കഗ്നൈസ് ആൻഡ് സെലിബ്രേറ്റ് സ്മോൾ സക്സസ് ടു ബൂസ്റ്റ് കോൺഫിഡൻസ്. സോ ചില കുട്ടികൾ ഉണ്ടാവും, മേ ബി അവരുടെ ബാക്ക്ഗ്രൗണ്ട് അത്രയ്ക്ക് നല്ല ഇതൊന്നും വരുന്നതായിരിക്കില്ല. മേ ബി അവരൊരു ട്രോമ എക്സ്പീരിയൻസ് ചെയ്ത കുട്ടികളായിരിക്കാം. അപ്പൊ അവര് വരുമ്പോ അവർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടികളെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവരെല്ലാവരുടെയും മുമ്പിൽ അവരോട് ചോദിക്കരുത്. പേഴ്സണൽ ആയിട്ട് അവരെ വിളിച്ച് ചോദിക്കാം, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. അപ്പൊ അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ മറ്റേ ടീച്ചേഴ്സായിട്ട് കുട്ടി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക, ഷെയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയിൽ എന്തെങ്കിലും നമ്മൾ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും എപ്പോഴും നമ്മൾ അവരെ പ്രേസ് ചെയ്യുക, അവരെ ഐ കോണ്ടാക്ട് വരുത്തുക, അവരോട് ചിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ആവും. പിന്നെ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ക്രിയേറ്റീവ് ആൻഡ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. സോ അവരായിട്ട് ചിന്തിച്ചു തുടങ്ങുക, അവർ ക്രിയേറ്റീവ് ആയിട്ട് വരട്ടെ. അപ്പൊ നമുക്ക് അവർക്ക് ഒരു ക്രിയേറ്റിവിറ്റി, ഒരു സ്പേസ് കൊടുക്കുക. സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി, ഇതിൽ ഓട്ടോണമി, ഫ്രീഡം ടു മേക്ക് ചോയ്സസ്. അപ്പൊ നമ്മൾ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓട്ടോണമി പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അതായത് മോണ്ടിസോറി പറയുന്നുണ്ട് കുട്ടികൾക്ക് അവര് ചെയ്യാനുള്ള സ്പേസ്, അല്ലെ, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആൻഡ് ദേ ഹാവ് ടു എൻജോയ് വാട്ട് ദേ ആർ ഡൂയിങ്. അപ്പോൾ ആ ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുക, അല്ലാതെ അടിച്ചേൽപ്പിക്കരുത്. നീ ഈ ഇപ്പൊ ഒരു 10ാം ക്ലാസ്സിലേക്ക് നമ്മൾ പോയി, അപ്പൊ ആ കുട്ടിക്ക് ലാംഗ്വേജ് മേ ബി പ്രോബ്ലം ആയിരിക്കാം, ഓർ മാത്സ് മേ ബി പ്രോബ്ലം ആയിരിക്കാം. അപ്പൊ ആ കുട്ടിയോട് ഉടനെ പറയരുത്, ഓക്കെ നീ 10ലേക്ക് എത്തി, ഇനി തൊട്ട് നിനക്ക് എല്ലാ A+ കിട്ടണം, അത് നീ എങ്ങനെ കിട്ടുന്ന എനിക്കറിയില്ല, നിനക്ക് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഭയങ്കര പ്രഷർ ആയിരിക്കും, ഒരു മെന്റൽ പ്രഷർ ആയിരിക്കും. അപ്പൊ അങ്ങനെ അല്ലാതെ ആ കുട്ടിക്ക് കുറച്ച് നമ്മൾ ഗൈഡ് ചെയ്യുക. ഓക്കെ ഇനി തൊട്ട് ചെറുതായിട്ട് നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് വരണം. അപ്പൊ ഓരോ ക്ലാസ് ടെസ്റ്റിലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും 1%, 2% ഒക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെ കോമ്പിറ്റൻസി, കോൺഫിഡൻസ് ഇൻ എബിലിറ്റീസ്, പിന്നെ റിലേറ്റഡ്നെസ്, ഫീലിംഗ് കണക്റ്റഡ് ആൻഡ് സപ്പോർട്ടഡ്. അപ്പോ അവർക്ക് ഒരു കണക്ഷൻ ഉണ്ടാവണം, ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. മെയിൻ ഈ മോട്ടിവേഷൻ പറയുന്നത് ഈ നല്ല പഠിക്കുന്ന കുട്ടികളോട് അല്ലാതെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കുറച്ച് പിന്നാക്കമുള്ള കുട്ടികളോടാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ പഠിക്കുന്ന കുട്ടികൾ അവരെങ്ങനെയെങ്കിലും പഠിച്ചിട്ട് അവര് ജയിക്കും, മാർക്ക് മേടിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ലാഗായിരിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ക്ലാസ് റൂം അപ്ലിക്കേഷൻ, ഓഫർ ചോയ്സസ് ഇൻ അസൈൻമെന്റ്. സോ എങ്ങനെയാണ് നമുക്ക് ഈ തിയറി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക വെച്ചാൽ അവർക്ക് അസൈൻമെന്റിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോണമി, ഫ്രീഡം കൊടുക്കണം. അപ്പൊ അവർക്ക് അസൈൻമെന്റ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു ചോയ്സ് കൊടുക്കണം. എങ്ങനത്തെ വേണം, എസ്സേ ആയിട്ട് വേണോ, പ്രസന്റേഷൻ ആയിട്ട് വേണോ, അതോ പ്രോജക്റ്റ് ആയിട്ട് വേണോ. അപ്പോൾ നമ്മുടെ ഇഷ്ടം, ഇറ്റ്സ് അപ് ടു അസ്, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയണം. പിന്നെ പ്രൊവൈഡ് ടൈംലി ഫീഡ്ബാക്ക് ആൻഡ് സെലിബ്രേറ്റ് ഇംപ്രൂവ്മെന്റ് ടു ബിൽഡ് കോമ്പീറ്റൻസ്. സോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കാം. എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ നന്നായിട്ട് ചെയ്താൽ നമ്മൾ അതിനുള്ള ഫീഡ്ബാക്ക് കൊടുക്കും. അത് എവിടെയെങ്കിലും ശരിയാക്കാനുണ്ടെങ്കിൽ അത് നേരെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക, അല്ലാതെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക അങ്ങനെയല്ലാതെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. പിന്നെ അത് സെലിബ്രേറ്റ് ചെയ്യുക. എവിടെ ഒരു ചാൻസ് കിട്ടിയാലും നമ്മൾ അവരെ എല്ലാവരുടെയും മുമ്പിലും അത് സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെയാണ് അവരുടെ ഒരു കോമ്പീറ്റൻസി ഇംപ്രൂവ് ആവുക, ബിൽഡപ്പ് ചെയ്യുക. പിന്നെ ഫോസ്റ്റർ കൊലാബറേഷൻ ത്രൂ ഗ്രൂപ്പ് പ്രോജക്ട്സ് ടു ബിൽഡ് റിലേറ്റഡ്നെസ്. അപ്പൊ ചില കുട്ടികൾ, ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ ഈ ടീച്ചിങ് പ്രാക്ടീസ് ക്ലാസ്സിൽ ഒരു ലെസൺ ഉണ്ടായിരുന്നു, എന്താ ടോപ്പിക്കിന്റെ പേര് മറന്നു. അപ്പൊ അതിൽ വരുന്നത് ഫുഡ് വി ഈറ്റ്, ഫുഡിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതില് ഡോക്ടറും കുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കുട്ടികളോട് റോൾ പ്ലേ ചെയ്യിച്ചു.
ഒരാൾ പേഷ്യന്റ് ആയിട്ടും ഒരാൾ ഡോക്ടറായിട്ടും ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് വരണം എന്തൊക്കെ പറയണ്ടേ, എങ്ങനെയാണ് കളിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ, പേര് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തോളൂ, ആരാ ഡോക്ടർ ആവേണ്ടത്, ആരാ പേഷ്യന്റ് ആവേണ്ടത്. ഇത് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ക്ലാസ്സിന് എടുത്തതാണ്. അപ്പൊ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി, അവരെന്നെ തീരുമാനിച്ചു. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടില്ല, അവരെന്നെ പറഞ്ഞു മാം ഇന്നലെ പറഞ്ഞു, ഇന്നലെ റോൾ പ്ലേ ചെയ്യിക്കുക. റോൾ പ്ലേ അവർക്ക് അറിയില്ല, ഇങ്ങനെ ഡോക്ടർ പേഷ്യന്റ് ചെയ്യിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശരി എന്ന് പറഞ്ഞ് ഞാൻ അവരെ വിളിച്ചു. അപ്പൊ അവർക്കത് പറയാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞ ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കാൻ. അപ്പൊ അവർക്കത് ഇംഗ്ലീഷ് വേർഡ്സ് വരുന്നില്ല. അപ്പൊ ഞാൻ പ്രോംപ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ അവരെ കൊണ്ട് പറയിച്ചു. അപ്പൊ അങ്ങനെ എല്ലാവരും മുമ്പിലേക്ക് വന്നു, ഞാനും ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു പാർട്ട്ണർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് വേറെ ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിച്ച് കൊടുക്കുക. അപ്പൊ അങ്ങനെ അവർക്ക് ഒരു ബോണ്ടിങ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ആ ഗ്രൂപ്പിൽ അവര് റിലേറ്റഡ് ആവും. പിന്നെ എക്സ്പെക്ടൻസി വാല്യൂ തിയറി. ഇത് എക്സ്പെക്ട് ടു സക്സീഡ് ഇൻ എ ടാസ്ക്, സി വാല്യൂ ഇൻ ദ ടാസ്ക് ഔട്ട്കം. ഇത് വന്നിട്ട് എക്സ്പെക്ടൻസി വാല്യൂ തിയറി എല്ലാ ഫീൽഡിലും അപ്ലൈ ചെയ്യുന്നതാണ്. ഇത് പ്രപ്പോസ് ചെയ്തത് ജോൺ വില്യം ആറ്റ്കിൻസൺ പറഞ്ഞിട്ട് ഒരാളാണ്. അപ്പൊ ഇയാൾ ശരിക്കും എഡ്യൂക്കേഷൻ ഫീൽഡിൽ അല്ല പ്രവർത്തിച്ചത്. ലേറ്റർ ഇത് ഈ തിയറി എഡ്യൂക്കേഷനിലേക്ക് അപ്ലൈ ചെയ്തതാണ്. ഇത് മറ്റെല്ലാ ഫീൽഡിലും ഉണ്ട്, എക്കണോമിക്സിലുണ്ട്, ഫാർമസി, ഹെൽത്ത്, അങ്ങനെ എല്ലാ ഫീൽഡിലും ഉണ്ട്. അപ്പൊ ഈ തിയറി ഇപ്പൊ എഡ്യൂക്കേഷനിലും അപ്ലൈ ചെയ്യാണ്. അതായത് ഇപ്പൊ ഒരു കുട്ടി പറയാണ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മാത്സ് ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് മാത്സ് ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും മാർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം ഞാൻ കുറച്ച് എന്തൊക്കെയോ പഠിച്ചു, ട്യൂഷനൊക്കെ പോയി എന്തൊക്കെയോ പഠിച്ചു. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യാണ് മേ ബി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും ഇപ്പൊ കുറച്ച് കൂടുതൽ കിട്ടും. അതാണ്. അപ്പൊ ആ സ്റ്റുഡന്റ് മനസ്സിലാക്കുകയാണ്, ഞാനിപ്പോ കുറച്ച് എന്തോ ഞാൻ പഠിച്ചുകൊണ്ട് എനിക്ക് എന്തായാലും പാസ്സാവും, അല്ലെങ്കിൽ എന്തേലും ഒരു മാർക്ക് എന്തായാലും ഞാൻ മേടിച്ചു വരിക്കും. അപ്പൊ അതുപോലെ സ്പോർട്സിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാവും, ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല അപ്പൊ എനിക്ക് വരില്ല. പക്ഷെ ഞാനിപ്പോ പ്രാക്ടീസ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് എന്തായാലും മെഡൽ കിട്ടും ഉറപ്പാണെന്ന് പറഞ്ഞിട്ട്. കേൾക്കുന്നുണ്ടോ മാം? യെസ്, നല്ലപോലെ കേൾക്കാം ജ്യോതി. ഓക്കെ. ക്ലാസ് റൂം ആപ്ലിക്കേഷൻ. സോ എവിടേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുക അത് നോക്കിയാല്, ബിൽഡ് കോൺഫിഡൻസ് ബൈ സ്കാഫോൾഡിംഗ് ടാസ്ക് ഫ്രം സിമ്പിൾ ടു കോംപ്ലെക്സ്. സോ ഇപ്പോ കുട്ടിക്ക് നമ്മളൊരു പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞു, അപ്പോ പിന്നെ എന്റെ പണി കഴിഞ്ഞു, ഞാൻ പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഇവിടെ പാടായി, കുട്ടി നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിടരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ അപ്ഡേറ്റ് എന്തായി നമ്മൾ ചോദിക്കണം, ഏതുവരെ ആയി. അപ്പൊ ആ കുട്ടിക്ക് ചിലപ്പോ ചെയ്യാൻ പറ്റിയെന്നില്ല, അല്ലെങ്കിൽ ഇത് ആവുന്നില്ല എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ അപ്പൊ നമ്മള് അതിന് ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഗൈഡ് ചെയ്ത് കൊടുക്കുക, കറക്റ്റ് വഴി പറഞ്ഞു കൊടുക്കുക. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ, ചിലപ്പോൾ ഇങ്ങനെ വരുമായിരിക്കാം. അപ്പൊ ഒരു കോംപ്ലെക്സ്, ഒരു വലിയൊരു ടാസ്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പോ അതാണ് സ്കാഫോൾഡിങ്. സ്കാഫോൾഡിങ് പറയുമ്പോൾ നമ്മൾ എവിടെയൊക്കെ ഇടപെടാൻ പറ്റുമോ കുട്ടിക്ക് സക്സസ് ആവാൻ, അവിടെയൊക്കെ നമ്മുടെ ഒരു ഗൈഡൻസ്, അതാണ് സ്കാഫോൾഡിങ്. പിന്നെ ഷോ ദ റെലവൻസ് ഓഫ് ലെസൺസ് ടു റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. സോ എപ്പോഴും ജിഷ മാം പറയും മാമിന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ഒക്കെ. അപ്പൊ അതുപോലെ പറയുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പൊ എന്റെ മോളും അവളുടെ ക്ലാസ്സിൽ പറയും, ഇംഗ്ലീഷ് ടീച്ചർ എപ്പോഴും ഇങ്ങനെ അമ്മ അവരുടെ വീട്ടുകാര്യങ്ങളും ഇന്നിപ്പോ ഞാനൊരു മണ്ടത്തരം ചെയ്തു എന്നൊക്കെ പറയും. അപ്പോ അങ്ങനെ പറയുമ്പോൾ നമ്മളും വിചാരിക്കും, ഓക്കെ എനിക്ക് മാത്രം പറ്റിയതല്ല, ടീച്ചറിനും പറ്റും. അപ്പോ ആ ഒരു അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇൻ എ മാത്സ് ക്ലാസ് റിലേറ്റ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ടു മാനേജിങ് ഫിനാൻസസ്, പ്ലാനിങ് എ ബഡ്ജറ്റ് ഓർ കാൽക്കുലേറ്റിംഗ് മെഷർമെന്റ്സ് ഇൻ എവറിഡേ ലൈഫ്. സോ റീസെന്റ് ആയിട്ട് ഞാനൊരു ആർട്ടിക്കിൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് എന്താ വെച്ചാല്, കൂടുതൽ ഇപ്പൊ സ്കൂൾസിലൊക്കെ ടീച്ചേഴ്സിന് പഠിപ്പിക്കുന്നത് അവർക്ക് എവിടെയൊക്കെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോ മോസ്റ്റ് ഓഫ് ദ സ്കൂൾസ് ഇങ്ങനെ സർവേ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചതാണ് ഇത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇത് നമ്മൾ ഈ പഠിക്കുന്ന ഈ ടോപ്പിക് എവിടെയാണ് നമുക്ക് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക പറഞ്ഞു കൊടുത്താൽ അവിടെ അവർ നന്നായിട്ട് അത് പഠിക്കും. ശരിക്കും നമ്മൾ അങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നമ്മൾ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഫിനാൻസിനെ കുറിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ അപ്പൊ അവരുടെ വീട്ടിലത്തെ ബഡ്ജറ്റ് തന്നെ അവർ ചെയ്യട്ടെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവും, പ്ലാനിങ് എ ബഡ്ജറ്റ്. അല്ലെങ്കിൽ അവരോട് പറയാ
അവരിപ്പോ പെരിമീറ്ററിനെ പറ്റി പഠിക്കാൻ അല്ലെങ്കിൽ ഏരിയ പറ്റി കുറിച്ചിട്ട് പഠിക്കാൻ. അപ്പോൾ നമുക്ക് അവരോട് പറയാം ഒരു പ്ലേ ഗ്രൗണ്ട് വരയ്ക്കും. പ്ലേ ഗ്രൗണ്ട് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പ്ലേ ഗ്രൗണ്ട് വരയ്ക്കൂ. ആ പ്ലേ ഗ്രൗണ്ടിൽ നിങ്ങൾ എന്താണ് മങ്കി ബാർസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ കളിപ്പാട്ടങ്ങൾ എന്തൊക്കെയാ അവിടെ ഉണ്ടാവുക ആ പ്ലേ ഗ്രൗണ്ടിൽ, അങ്ങനത്തെ ഒക്കെ നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് അതിന്റെ അത് നിങ്ങൾ എങ്ങനെ വരയ്ക്കുക, ഈക്വിലേറ്ററൽ ട്രയാങ്കിളോ അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ അതുപോലെ വരച്ചിട്ട് ആ ഏരിയയുടെ പെരിമീറ്റർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുക, ആ പ്ലേ ഗ്രൗണ്ടിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ആവും. എഫക്റ്റീവ് മോട്ടിവേഷണൽ ടെക്നിക്സ് എന്തൊക്കെയാണ്? എഫക്റ്റീവ് മോട്ടിവേഷണൽ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ക്ലാസ് റൂമിൽ. സെറ്റ് അച്ചീവബിൾ ഗോൾസ്, പിന്നെ യൂസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പ്രൊവൈഡ് ഓട്ടോണമി ആൻഡ് ചോയ്സ്, കണക്ട് ലേണിംഗ് ടു റിയൽ ലൈഫ്, ഗെയിമിഫിക്കേഷൻ ആൻഡ് ആക്റ്റീവ് ലേണിംഗ്. സോ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പിന്നെ ഒന്നും കൂടി ഞാൻ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ യൂസ് പ്രോഗ്രസ് ചാർട്ട്സ് ടു വിഷ്വലൈസ് ഇംപ്രൂവ്മെന്റ്. സോ എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ട് സെറ്റ് അച്ചീവബിൾ ഗോൾസ്. അപ്പോ നമുക്ക് പെട്ടെന്ന് അവരോട് പറയരുത് ഒരു വലിയൊരു ഗോൾ, ഒരു നിനക്ക് ഇപ്രാവശ്യം ടേമിലോ അല്ലെങ്കിൽ ആനുവൽ എക്സാമിലോ ഇത്ര മാർക്ക് കിട്ടണം പറഞ്ഞാൽ മേ ബി ഇറ്റ് മേ നോട്ട് ബി അച്ചീവബിൾ ഫോർ വീക്ക് സ്റ്റുഡൻസ്. സോ അവർക്ക് പടിപ്പടിയായിട്ട് നമ്മൾ ഒരു ഗോൾസ്, ഷോർട്ട് ടേം ഗോൾസ് കൊടുക്കുക. സോ യു ക്യാൻ യൂസ് പ്രോഗ്രസ് ചാർട്ട്സ് ടു വിഷ്വലൈസ് ഇംപ്രൂവ്മെന്റ്. അപ്പൊ നമ്മൾക്ക് ഒരു ഗ്രാഫോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ചാർട്ട് ഉണ്ടാക്കിയിട്ട് അത് ക്ലാസ്സിൽ വേണമെങ്കിൽ ഒട്ടിക്കുക. അപ്പൊ ആ പ്രോഗ്രസ് കണ്ടിട്ട് അവരുടെ പ്രോഗ്രസ് അവർക്ക് കാണാൻ പറ്റും അതിന്. എക്സാമ്പിൾ, പിന്നെ നമുക്കിപ്പോ ഒരു ക്ലാസ്സിൽ ഇംഗ്ലീഷ് ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പോ കുട്ടികൾ എല്ലാവരും ഇംഗ്ലീഷ് വീക്ക് ആയിരിക്കുക എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ പറയും ഓക്കെ ഇനി തൊട്ട് ഇവരുടെ വെക്കാബുലറി ഇംപ്രൂവ് ആവണം. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഓരോ ദിവസം കുട്ടികളോട് പറയും നിങ്ങൾ ഓരോ വൊക്കാബുലറി പഠിച്ചു വരണം. ഞാനൊരു വൊക്കാബുലറി എഴുതും, ആ വൊക്കാബുലറിയുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വരണം. അപ്പൊ അങ്ങനെ ഓരോ ദിവസം ഓരോ ഗോളാണ്. അപ്പോ വൊക്കാബുലറി ഇവിടെ ഒരു പിക്ചർ ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ അവർ ആ വേർഡ് എഴുതും, പിന്നെ ഇവിടെ ഇതിന്റെ ഡെഫിനിഷൻ ഉണ്ടാവും. അപ്പൊ ഇതുപോലെ ഒരു ചാർട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം. അല്ലെങ്കിൽ വേറെ രീതി എന്താ ചെയ്യാച്ചാൽ ഞാൻ ചിലപ്പോ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ വേർഡ്സും മീനിങ്സും ഒക്കെ ജിഗ്സോ പസിൽ പോലെ അല്ലെങ്കിൽ ഒരു നമ്മൾ ഈ ചിട്ടിയൊക്കെ എടുക്കില്ലേ അതുപോലെ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെക്കും. അപ്പൊ അവർക്ക് ഒരു വേർഡ് കിട്ടി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് കറക്റ്റ് ആയിട്ടുള്ള മീനിങ് അവർ എടുക്കണം, മാച്ച് ആയിട്ടുള്ള മീനിങ് അവർ എടുക്കണം. അങ്ങനെയും ചെയ്യാം. അപ്പൊ നമുക്ക് അത് നമ്മുടെ ഐഡിയാസ് ആണ്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്ലാസ്സിനെ ആക്റ്റീവ് ആയിരിക്കുക, അത് ചെയ്യാൻ പറ്റുക, അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ എക്സാമ്പിൾ ടു സെറ്റിംഗ് എ ഗോൾ ടു ഇംപ്രൂവ് മാത്സ് സ്കോർസ് ബൈ 10% ഓവർ 3 months വിത്ത് റെഗുലർ പ്രാക്ടീസ് ടെസ്റ്റ്. അപ്പൊ എന്റെ മോൾക്കും മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറയും പോയോ, കട്ടായി പോയല്ലോ. നല്ല രസമുണ്ടായിരുന്നു ശരിക്കും. നമ്മള് ഇതൊക്കെ കേൾക്കുമ്പോ കുറെയൊക്കെ ഞാനും എവിടേക്കോ ശരിയാവാനുണ്ടെന്ന് തോന്നും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ. ശരിക്കും എനിക്ക് തോന്നുന്നു എല്ലാ ബാച്ചിനും ഈ ഒരു സെമിനാർ ജ്യോതിയെ കൊണ്ട് കൊടുപ്പിച്ചാലോ എന്ന് വിചാരിക്കാം. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് ജ്യോതി വരട്ടെ. ഇതുവരെ ഇത്രയും നിങ്ങൾ കേട്ടതിന് നിങ്ങളുടെ ഒരു അനാലിസിസ് ഒന്ന് പറയാമോ? വി ക്യാൻ ആസ്ക് അവർ ക്വറീസ് ടു ജ്യോതി. നിങ്ങളുടെ ഒരു അനാലിസിസ്, ജസ്റ്റ് ഈസ് ദിസ് നെസസറി? ഈ ഒരു പാറ്റേൺ അങ്ങനെ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരണോ, ഓർ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പോയാൽ മതിയോ? വാട്ട് യു സേ? മാം, ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ റിയൽ ലൈഫിൽ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ അവരത് ഓർത്തു വെക്കും. വെറുതെ സിലബസിലുള്ളത് പഠിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് ഒരു 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ കുട്ടികൾ അത് മറന്നു. അത് നമ്മള് നേച്ചറായിട്ട് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ ലൈഫ് ഓറിയന്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അവരത് എവിടെയെങ്കിലും ഓർത്തു വെക്കും. അത് ഷുവർ അങ്ങനെ പഠിപ്പിക്കുന്നത് നല്ലത്. പക്ഷേ എല്ലാ സ്കൂളുകാരും ഒന്നും അതൊന്നും ആ രീതിക്കൊന്നും പോവില്ല. പ്രാക്ടിക്കലി പലപ്പോഴും പല ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് അതിനകത്ത്.
നമ്മുടെ എപ്പോഴും ഇതിൽ കാണില്ലേ സൈനും കോസും തീറ്റയും നമ്മൾ എവിടെയാ ജീവിതത്തിൽ അപ്ലൈ ചെയ്തേന്ന് കുട്ടികൾ കളിയാക്കി പറയുന്നതെങ്കിലും അത് ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു. പറഞ്ഞു ഐശ്വര്യ പറയും. ഇപ്പൊ സബ്ജക്ട് ഓറിയന്റഡ് അല്ലാതെ നമ്മള് ഒരു ക്ലാസ്സിൽ മറ്റെന്തെങ്കിലും കുട്ടികളോട് പറഞ്ഞു കൊടുത്താൽ അന്ന് വൈകുന്നേരം പാരന്റ്സ് വീട്ടിൽ പോയി ചോദിക്കും ഇന്ന് എന്താ ഇംഗ്ലീഷ് ഫസ്റ്റ് എടുത്തത്. അപ്പൊ ടീച്ചർ മോട്ടിവേഷൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിലും നമ്മൾ അത് തന്നെ തുടർന്ന പാരന്റ്സിന്റെ എൻക്വയറി വരും, എന്താ മാം സബ്ജക്ട്സ് ഒന്നും എടുത്തിട്ടില്ലേ. പാരന്റ്സ് പോലും അക്കാഡമിക്സിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ആ കുട്ടി എങ്ങനെ പഠിച്ചു, എന്ത് പഠിച്ചു, അവൻ ഏത് മാനസികാവസ്ഥയിലൂടെയാണ് ക്ലാസ്സിൽ ഇരിക്കുന്നതെന്നോ വീട്ടിൽ പോയാൽ എന്താണെന്നോ ശ്രദ്ധിക്കാൻ പാരന്റ്സ് പോലും ഇപ്പോ അതിനെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ജ്യോതിക്കൊരു മെസ്സേജ് ഇട്ടേക്കാം എന്ത് പറ്റിയത്. ഓക്കെ, അതൊരു കാര്യം തന്നെയാണ്. നമ്മളുടെ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് പോയിട്ട് മരത്തിന്റെ ചുവട്ടിലോ അങ്ങനെയൊക്കെ ഇരുന്ന് ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആ സ്കൂളിലുള്ളവർ പറഞ്ഞു കുട്ടികളെ ശ്രദ്ധിക്കണം, അത് റിസ്ക് ആണല്ലോ ഔട്ട് സൈഡിലേക്ക് പോകാന്നാണ്. ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ ആ റിസ്ക് ഏറ്റെടുത്ത് തന്നെ അങ്ങനെ ഒരു ടീച്ചിങ് പ്രാക്ടീസ് സമയത്ത് ചെയ്തു എന്ന് പറഞ്ഞു. കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി. മാം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ടീച്ചർ നെയിം എന്താ അറിയില്ല, ഒരു ചെക്കനാണ്, ഒരു ടീച്ചറാണ്, ചെറിയ ഏജ്. അപ്പൊ അവര് ഫുൾ ആക്ടിവിറ്റീസിലൂടെയാണ് പഠിപ്പിക്കുന്നത് ക്ലാസ് റൂമിൽ ഓരോന്ന് വരച്ചിട്ട്. അപ്പൊ അതിൽ തന്നെ കാണിക്കുന്നുണ്ട് കുട്ടികളെ ഇൻട്രസ്റ്റ്. എന്നിട്ട് ബോർഡില് നമ്മള് ഇങ്ങനെ കളത്തിൽ ഓരോ നമ്പേഴ്സ് ചെയ്തു, അത് പ്ലസ് ചെയ്യാൻ ഇൻഡ് ചെയ്യാനൊക്കെ അതിലുണ്ടാവുക. എന്നിട്ട് അത് ഗെയിം ആക്കി എഴുതിയിട്ട് അതിന്റെ ആൻസർ ബോർഡുമ്മ ചെയ്യാൻ. അപ്പൊ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഓടും, ആ ഒരു ഇൻട്രസ്റ്റ് ആണ് അതിൽ കാണുന്നത്. അപ്പൊ ആ ടെക്നിക്കാണ് ഇപ്പൊ ഇവര് പറഞ്ഞതില്. ഇപ്പൊ ചില സ്കൂളിലൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് എങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ, അതാണ് എഫക്ട് ചെയ്യണത് എന്ന് മനസ്സിലാക്കി കുറെ സ്കൂളിൽ ഇപ്പൊ അത് അങ്ങനെ സിലബസ് മാറ്റി എടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ഞാൻ സെമിനാർ ടോപ്പിക്സ് ഒന്ന് പറയാം. Her name is Ruby Therese. Okay, സുജാത ആളുടെ പേരിട്ടിട്ടുണ്ട്. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, MT4 കുട്ടികൾക്കെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതി, MT3 വരെ പ്രിഫറൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ അവർക്ക് ഈ സെമിനാറിന്? അപ്പം MT4 ഞാനുള്ളത്, അപ്പൊ കുറച്ച് അങ്ങോട്ടേക്ക് എടുത്താൽ പോരെ? മതി, വേറൊന്നുമില്ല, അവർക്ക് ഏപ്രിൽ എക്സാം കഴിഞ്ഞ് എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവരുടെ സർട്ടിഫിക്കറ്റ്സ് അപ്പൊ പെട്ടെന്ന് കൊടുക്കാലോ, അപ്പൊ തന്നെ ഡിലേ ആയി. മീൻസ് MT1 ശരിക്കും ഫെബ്രുവരിയിൽ ഇറങ്ങേണ്ട ബാച്ചാ, പക്ഷെ നമ്മൾ അതന്നെ ഡിലേ ആയി, അതുകൊണ്ടാണ് അതിന്റെ കാര്യം പറഞ്ഞത് കേട്ടോ. ഓക്കെ, നമുക്ക് ശരിക്കും കണ്ടിന്യൂഷൻ എന്ന് പറയുവാണെങ്കിൽ 4th മോഡ്യൂൾ ആൻഡ് 5th മോഡ്യൂൾ ആണ് PGയിലുള്ളത്. 4th മോഡ്യൂളിലെ ഫസ്റ്റ് പാർട്ട്, അതായത് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് 7 യൂണിറ്റ്സ് ആണ്. അതിലെ 1ാമത്തെ യൂണിറ്റ് എടുത്തു കഴിഞ്ഞു അല്ലെ, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്, മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ്, അത് കഴിഞ്ഞു. ജ്യോതി ചെയ്തതുപോലെ റിലേറ്റഡ് വിത്ത് അക്കാദമിക്സ് നിങ്ങൾക്ക്, അതായത് നമ്മുടെ സിലബസ് ടോപ്പിക്കിൽ ഇല്ലാത്ത ടോപ്പിക്സ് നിങ്ങൾക്ക് സെമിനാർ എടുക്കാം, ദാറ്റ്സ് വെരി ഗുഡ്. അതുപോലെ തന്നെ ടോപ്പിക് ഉള്ളത് സെമിനാർ എടുക്കാം. സെമിനാർ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ, സെമിനാർ റിപ്പോർട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നവർ അങ്ങനെ, അസൈൻമെന്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അങ്ങനെ. ഇതൊരു റിപ്പോർട്ടായിട്ട് കയ്യിൽ ഇതുപോലെ സ്പൈറൽ ബൈൻഡിങ്ങോ ഏതെങ്കിലും രീതിയിൽ ബൈൻഡിങ് ആയിട്ട് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേൾക്കുന്നത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളുടെ അതർ ആക്ടിവിറ്റീസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സെമിനാർ ചെയ്തു എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. കാണിക്കുമ്പോൾ അതിനെ പറ്റിയിട്ട് നല്ല വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അതിൽ നിന്ന് അവർ എന്ത് ചോദിച്ചാലും, ആ ടോപ്പിക് റിലേറ്റഡ് എന്ത് ചോദിച്ചാലും നമ്മൾ അത്രയും കോൺഫിഡന്റ് ആയിരിക്കണം. അതിനനുസരിച്ച് വേണം ടോപ്പിക് സെലക്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ സെലക്ട് ചെയ്യുമോ ഞാൻ പറയണോ എന്നുള്ളത്. ജ്യോതി റിലേറ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ ഒരു എക്സ്ട്രാ ടോപ്പിക്കാണ് നമുക്ക് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത്. അത് വളരെ റെലവൻറ്റുമാണ്. ഓക്കെ, പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടാവുമായിരിക്കും, ബട്ട് ഇറ്റ്സ് വെരി റെലവൻറ്റ് ഓൾസോ. പിന്നെ
സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാ സബ്ജക്ട്സും അല്ലെ. അവിടെയും ഇമ്പോർട്ടന്റ് ഉണ്ട്. ആ സബ്ജക്റ്റിന്റെ ടൈറ്റിൽ നോക്കിയാൽ നിങ്ങളറിയാം, നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ ഇതൊക്കെ പഠിച്ചു, ലൈക്ക് സൈക്കോളജി, ഫിലോസഫി, മോണ്ടിസോറി മെത്തേഡ്സ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, നമ്മൾ പഠിച്ച ടോപ്പിക്സ് തന്നെയാണത്. പക്ഷെ അതൊരു സബ്ജക്റ്റിന്റെ ടൈറ്റിലേക്ക് വന്നപ്പോൾ തന്നെ അതിന്റെ സ്റ്റാൻഡേർഡ് മാറി. അപ്പൊ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഓരോ ടൈറ്റിൽ കാണുമ്പോൾ, മാർക്ക് ലിസ്റ്റ് നോക്കുമ്പോൾ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവര് യെസ് ഇവരിതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്, ആ ഒരു ഫീല് വരും. അതേസമയം നമുക്ക് ഒരുമിച്ചൊരു മാർക്കൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ഇത് കാണുമ്പോൾ തന്നെ അവര് സാറ്റിസ്ഫൈഡ് ആവും. അതുകൊണ്ടാണ് സബ്ജക്ട് വൈസ് ഡിവൈഡ് ചെയ്തത്. ഇതിൽ തന്നെ നമ്മൾ സർവേ, അതൊരു റിപ്പോർട്ടായിട്ട്, നമ്മുടെ ഒരു മിനി പ്രോജക്ട് അല്ലെങ്കിൽ മിനി റിസർച്ച് എന്നുള്ളത് പോലെ അത് നിങ്ങളൊരു റിപ്പോർട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ വൈവയിൽ കയറുമ്പോൾ പലപ്പോഴും ലൂസ് ഷീറ്റ് ആയിട്ടാണ് പലരുടെ കയ്യിലും സർവേ ഇരിക്കുന്നത്, ഇൻകംപ്ലീറ്റ് ആണ്. ഞാൻ സർവേ ചെയ്തവർക്കൊക്കെ ഞാൻ 5 മാർക്സ് കൊടുത്തിട്ടുണ്ട്. സർവേ ആൻഡ് അസൈൻമെന്റ് 5 ഡിവൈഡ് ചെയ്തിരിക്കുക. സർവേ ചെയ്തു, അതിനെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് എല്ലാവർക്കും ഞാൻ 5 മാർക്സ് കൊടുക്കും. യെസ്, എനിക്ക് ആരുടെ മാർക്ക് എന്റെ കയ്യിൽ വേണ്ട, ഇനി നിങ്ങൾക്കുള്ള മാർക്കാണ്. അപ്പൊ അതുകൊണ്ട് സർവേ വളരെ ഇമ്പോർട്ടന്റ്, അതും ടോപ്പിക് വളരെ റെലവെന്റ് ആണ്. അത് തന്നെ ആര്യലക്ഷ്മി ഇവിടെ ഉണ്ടല്ലോ, ആര്യലക്ഷ്മി അത് കുറച്ചുകൂടെ ഒന്ന് ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതില് ഓപ്പൺ ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആര്യലക്ഷ്മി അത് കുറച്ചുകൂടെ 3-4 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം തന്നെ രേഷ്മ പറയുന്നത് അത് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന, കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു ടോപ്പിക് അല്ല. അത് രേഷ്മ എത്രത്തോളം കാലം വർക്ക് ചെയ്യുന്നുണ്ടോ ആ സമയത്തെല്ലാം രേഷ്മ അത് അപ്ഡേറ്റ് ചെയ്യും, ഒരു സ്റ്റാറ്റിസ്റ്റിക് അനാലിസിസ് ചെയ്യുന്നു പറഞ്ഞാണ് രേഷ്മയുടെ റിപ്പോർട്ട് കയ്യിൽ വെച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് യുവർ ടോപ്പിക്സ്, യുവർ സർവേ, നിങ്ങൾക്ക് അത് ഇംപ്രവൈസ് ചെയ്യാം. സർവേ ചെയ്തില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം നമ്മളത് ചെയ്യേണ്ടതും നമ്മൾ സ്വയം അനലൈസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം ഞാൻ എന്റെ കുട്ടിയെ ശരിക്കാണോ വളർത്തുന്നതെന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് സർവേ ആയിട്ട് തന്നിരിക്കുന്നത്. സയന്റിഫിക് ആണോ എന്നുള്ളത്. അത് അവിടെയും നമുക്ക് പ്രോസ് കോൺസ് ഉണ്ടാകും. ലൈക്ക് കുട്ടികളുടെ ഇഷ്ടത്തിന് വിടുന്നത് അതൊരു പ്രശ്നമായിരിക്കാം. എല്ലാ സൈഡും നമുക്ക് നോക്കാം. അപ്പൊ എങ്ങനെയൊക്കെ ആ സർവേയെ കുറിച്ച് നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്കത് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റണം. അതിനു വേണ്ടിയിട്ടായിരുന്നു ആ സർവേ തന്നത്. ഇനി ഒരെണ്ണേ തന്നുള്ളൂ സർവേ ആകും. ആകെ പല സർവേയും തരാമായിരുന്നു. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് എന്നുള്ള രീതി നമ്മളെ സംബന്ധിച്ച് ചൈൽഡ് കെയർ ആണല്ലോ അങ്ങനെ ഉദ്ദേശിച്ച് തന്നതാണ്. പക്ഷെ അത് തന്നെ ലൂസ് ഷീറ്റ്, അല്ലെങ്കിൽ 2 പാരന്റ്സിനെ മീറ്റ് ചെയ്തു, 3 പാരന്റ്സിനെ മീറ്റ് ചെയ്തു. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ വൈവ ടൈമിൽ അങ്ങനെ വന്നിരുന്നവരുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്കൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയി. ഈ സർവേയും നമ്മൾ ചെയ്ത അസൈൻമെന്റ്സും വാരിക്കോരിയൊന്നും ഞാൻ കുറേയൊന്നും അസൈൻമെന്റ്സ് ഒന്നും തന്നിട്ടില്ല. റിലവന്റ് ആയിട്ടുള്ളത് നോക്കി തന്നെയാണ് അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് മോഡ്യൂൾ 4 അതായത് PGയിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് യൂണിറ്റും കംപ്ലീറ്റ് ആയിരുന്നു. എന്തെങ്കിലും ബാക്കി ഉണ്ടായിരുന്നോ? ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാദമിക് ഏരിയസ്. എനിക്കങ്ങ് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ എടുത്തോണ്ടിരുന്നത് അതായിരുന്നു. അത് തീർന്നു എന്ന് എനിക്കൊരു ഓർമ്മയില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല മാം, അത് ഇത്തിരി കൂടി ബാക്കിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് അശ്വതി മാം അല്ലേ എടുക്കുന്നത്? അത് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞു. ഇപ്പൊ സ്കൂളിൽ ആണ് എടുക്കുന്നത്. മാം എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ അല്ലേ എടുക്കുന്നത്? സൂപ്പർവിഷനോ ഇൻസ്പെക്ഷനോ ഏതെടുക്കുന്നേ? ഇൻസ്പെക്ഷൻ. ആൻഡ് അപർണ മിസ് ഇന്നലെ നിങ്ങൾക്ക് ജോയിൻ ആയിട്ടുണ്ട്. അപർണ മിസ് മോഡ്യൂൾ 5 ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്ന് ടോപ്പിക്സ് സെലക്ട് ചെയ്തപ്പോ ഹരിത ടോപ്പിക്സ് തരുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ജ്യോതിക്ക് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. മാം, ഈ അസൈൻമെന്റ് തരുമ്പോ എല്ലാ ബാച്ചിലെ ആൾക്കാർക്ക് ചെയ്യണ്ടേ? യെസ്, എല്ലാരും ചെയ്യണം. അസൈൻമെന്റ് എന്നല്ല, ക്ലാസ് റൂമിൽ വന്നിട്ടില്ലല്ലോ. ഇപ്പൊ മാം കുറച്ച് അസൈൻമെന്റ് കാര്യം പറഞ്ഞില്ലേ, അത് ഞങ്ങക്ക് മനസ്സിലായില്ല. ഏതാണ്ട് സർവേയുടെ കാര്യമാണ് പറഞ്ഞത്. അല്ല, PGയിലെ അസൈൻമെന്റ് അല്ലെങ്കിൽ സെമിനാർ എടുക്കാൻ തയ്യാറുള്ളവർ അങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ആക്ച്വലി. MT5 ബാച്ചുകാർക്ക് ഞാൻ ക്ലാസ്സിലാണ് ഇതിനെ പറ്റി പറഞ്ഞത്. അല്ല,
അല്ല സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ക്ലാസ് റൂമിൽ ഇടണ്ടേ? വേണ്ട ക്ലാസ് റൂമുമായിട്ട് ഇത് കണക്ട് ചെയ്യണ്ട. ആണോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്രയും പേജസ് ഉണ്ടാകും. അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ സ്മിതോട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് അറിയിക്കണേന്ന്. അതായത് സെമിനാർ ആയിട്ട് എടുത്തു പോകുന്നവരുടെ ക്ലാസ്സിൽ തന്നെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്നില്ലേ? ഇപ്പൊ ജ്യോതി പ്രസന്റ് ചെയ്തില്ലേ നിഷ? അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആരായിരുന്നു എടുത്തത്? നമുക്ക് കാർത്തിക്, സരിജി എടുത്തു, അങ്ങനെ കുറെ പേര് എടുത്തില്ലായിരുന്നു സെമിനാർ? എടുത്തു. ഞങ്ങളുടെ ബാച്ചുകാരോട് ഇപ്പൊ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മിസ്. അതെ, അങ്ങനെ അവരെടുത്തതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞത് അങ്ങനെ ക്ലാസ്സിൽ സെമിനാർ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റാത്തവര്, അതായത് ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റാതെ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുറച്ച് വിഭാഗം ഉണ്ടാവുമല്ലോ, അവർക്ക് ആ സമയത്ത് കയറാൻ പറ്റാതെ വരുന്നത്. അവർ അതുപോലെ തന്നെ ചിലർക്ക് ജെന്യുവിൻ റീസൺ കൊണ്ട് വീഡിയോ ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. ക്ലാസ് ഇരിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഓഡിയോ ഓൺ ചെയ്ത് സെമിനാർ ഒന്നും പ്രസന്റ് ചെയ്യാൻ പറ്റാത്തവരെ, അങ്ങനെ ജെന്യുവിൻ ആയിട്ട് റീസൺസ് ഉള്ളവരെ, അവർക്ക് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ എടുക്കേണ്ട ടോപ്പിക് ഒന്നുമില്ലെങ്കിൽ സെമിനാർ റിപ്പോർട്ട് പോലെ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് പോലെ പ്രിപ്പയർ ചെയ്ത് കയ്യിൽ വെക്കുക, എന്നിട്ട് എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഒരു കൺവീനിയന്റ് ടൈമിൽ അവരെ കോൾ ചെയ്തിട്ട് അവരുടെ ടോപ്പിക് എന്താന്നുള്ളത് അവരിൽ നിന്നും മനസ്സിലാക്കും. കാരണം എനിക്ക് സെപ്പറേറ്റ് ഇവർക്ക് വൈവ വെക്കാൻ പറ്റില്ല, ഇനി അതിനൊരു ടൈമില്ല. നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവില്ല, നിങ്ങളുടെ വൈവയുടെ ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ PG കഴിയും. അപ്പൊ എനിക്ക് വൈവ ചോദിക്കാം. പക്ഷെ MT1 MT3 വൈവ നടന്നുകൊണ്ടിരിക്കുക, പലരുടെയും കഴിഞ്ഞു. അപ്പൊ PG സെമിനാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ അസൈൻമെന്റ് എന്ന് പറയുന്നത് എനിക്ക് വൈവയിൽ ചോദിക്കാൻ പറ്റിയിട്ടില്ല പലരോടും. സെമിനാർ എടുക്കുന്നവരുടെ അവരുടെ ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ വാല്യൂ ചെയ്തു. എടുക്കാൻ പറ്റാതെ റിപ്പോർട്ടായിട്ടും അസൈൻമെന്റ് ആയിട്ടും പ്രിപ്പയർ ചെയ്ത് വെക്കുന്നവരുടെ ഒന്ന് വാല്യൂ ചെയ്യണമല്ലോ. അതിന് എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നിഷ, നിങ്ങൾക്കൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല, കാരണം വൈവ ടൈമിലാവുമ്പോ നിങ്ങളുടെ ഈ PGയുടെ എല്ലാം കഴിയുമല്ലോ. അപ്പൊ അവിടെ പ്രസന്റ് ചെയ്താൽ മതി. MT1 MT3 മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. MT4 MT5 ഒക്കെ ആകുമ്പോഴേക്കും വൈവയുടെ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ PG കഴിയും. നിങ്ങൾക്ക് വൈവയുടെ ടൈമിൽ നിങ്ങളുടെ സെമിനാർ അസൈൻമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ചോദിക്കാം, കുഴപ്പമില്ല. ക്ലിയർ ആയോ? ക്ലാസ്, അതായത് നിങ്ങളുടെ ഈ അസൈൻമെന്റ് ഒക്കെ കൊടുക്കുന്ന നോട്ടിഫിക്കേഷൻ വരുന്ന ഒഫീഷ്യൽ ക്ലാസ് റൂമിലേക്ക് ഇത് കൊടുക്കാത്തത് വെറുതെ ഒരു കൺഫ്യൂഷൻ ആക്കട്ടെന്ന് വിചാരിച്ചിട്ടാ. ക്ലാസ്സിൽ തന്നെ പറഞ്ഞു പോവുകയാണെങ്കിൽ എളുപ്പമുണ്ട്. മെസ്സേജ് ഒന്ന് നിങ്ങളുടെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിൽ ഇടുകയും കൂടെ ചെയ്യുമ്പോഴേക്കും ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവർക്ക് മനസ്സിലാകും. ജ്യോതിക്ക് എന്തോ മെസ്സേജും റീഡ് ചെയ്തിട്ടില്ല. എനിവേ നല്ല രീതിയിൽ എടുക്കുമായിരുന്നല്ലേ ജ്യോതി? വളരെ എന്നോട് നേരത്തെ എന്നെ വിളിച്ച് പേഴ്സണലി പറയുകയും ചെയ്തു, എനിക്ക് ഇങ്ങനെ ഒരു സെമിനാർ എടുക്കണം, നൈറ്റ് ടൈമിൽ ലൈവായിട്ട് കയറാൻ പറ്റാറില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞത് നൈറ്റ് ക്ലാസ് നിർത്തി ഇനി പകലായിരിക്കുന്നു പറഞ്ഞത്. അതാ ജ്യോതി റെഡി ആയിട്ട് വന്നത്. ഓക്കെ, സോ നമ്മള് അക്കാദമിക് ഏരിയസ് അക്കാദമിക് ഏരിയസിൽ കുറച്ച് പോർഷനും കൂടെ കവർ ചെയ്യാണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ ഇതില് ഞാനൊന്ന് ഡിവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇനി എന്തായാലും എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ അതിലായിരിക്കും ഡിവിഷൻ വരുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ അതിന്റെ ഡിവിഷൻ പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ റെഡി ആയിട്ട് ആരൊക്കെ സെമിനാർ ലൈവായിട്ട് ചെയ്യാൻ റെഡി ആയിട്ട് ആരൊക്കെയാണ്? ഒരു 3 പേര്. ആരാ വരിക? അവർക്ക് ഞാൻ ടോപ്പിക് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിക് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ആരായിരുന്നു? ഞാൻ ചെയ്യാന്ന് കേട്ടുള്ളൂ, ഞാൻ കണ്ടില്ല ആരാന്ന്. ഹരിതയാണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഹരിത റെഡിയാണ്. ഓക്കെ, 3 or 2 പേര്. എഡ്യൂക്കേഷണൽ സൂപ്പർവിഷനിലെ ഒരു ടോപ്പിക് ആയിരിക്കും കേട്ടോ ഹരിത ഞാൻ തരുന്നത്. മാം, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്കും. പിന്നെ നമ്മൾ ഈ സ്ലോട്ട് കൊടുത്തത് ഞാൻ ഇന്നും നാളെയാണ്, അതായത് വെള്ളിയും ശനിയാണ് കൊടുത്തത്. അപ്പൊ ഇനി നമുക്കൊരു ഡേറ്റ് തരുമ്പോ ഈ വെള്ളി ശനി തന്നെ ആയിരിക്കും തരാം, അത് ഏതെങ്കിലും ദിവസമായിരിക്കും നമ്മള് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന, അതായത് ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആണല്ലോ വെള്ളി ശനി എന്ന് വന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഓപ്ഷനിൽ സ്ലോട്ട് ഫ്രീ ഉണ്ടെങ്കിൽ അതിൽ തന്നെ തരാൻ നോക്കും. അത് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരുന്നത്. അല്ല, ഇന്നും നാളെ ആയിരുന്നു, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല.
വന്നിട്ടില്ല. അപ്പൊ ചിലപ്പോ നെക്സ്റ്റ് വീക്ക് എന്ന രീതിയില് നെക്സ്റ്റ് വീക്കിൽ ഈ ദിവസം ആയിരിക്കും വരിക അല്ലെ? അങ്ങനെയായിരിക്കും വരിക. ഇനി അഥവാ അങ്ങനെ ടൈം ടേബിൾ ഇടുമ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ് ആ വീക്കിൽ ആ ദിവസം ആ ടൈമെങ്കിൽ യു ക്യാൻ ഇൻഫോം. അങ്ങനെ നേരിട്ട് ഇൻഫോം ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻഫോം ചെയ്യാം. മാഡത്തിന് ഇൻഫോം ചെയ്യാം അല്ലെ? പിന്നെ എനിക്ക് തോന്നുന്നു എക്സാം ഡേറ്റിൽ ഉണ്ടാകാൻ വഴിയില്ല വൈവ. അപ്പൊ എക്സാം കഴിഞ്ഞിട്ടും ഉണ്ടായിരിക്കും വൈവേ അല്ലെ? എത്രയും എക്സാം ഡേറ്റിൽ നിങ്ങൾ റെഡി ആണ്, ആരെങ്കിലൊക്കെ റെഡി ആണെങ്കിൽ വി ക്യാൻ ഡു. ഒരു 10 മിനിറ്റ്സിന്റെ കാര്യമല്ലേ ഉള്ളൂ. എക്സാം ഒക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോഴേക്കും എന്നാ പോയി വൈവ അറ്റൻഡ് ചെയ്യാന്ന് ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ വേഗം തീർത്ത് വിടാം. ഹരിത, യുവർ ടോപ്പിക് ഈസ് സൂപ്പർവിഷൻ ആണ് ആ ചാപ്റ്ററിൽ വരുന്നത്. അതിൽ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ 5 ടൈപ്പ് പറയുന്നുണ്ട്. അതില് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. ആ 5 പേർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് വേണ്ടെങ്കിൽ ടൈപ്സ് ഓഫ് സൂപ്പർവിഷനിൽ 5 ടൈപ്പ് ഉണ്ട്. ഇറ്റ്സ് യുവർ ചോയ്സ്. യെസ് ജയശ്രീ മാം. സാബിക പറഞ്ഞു. ജയശ്രീ മാം എനിക്ക് MT1 ഫസ്റ്റ് പ്രിഫറൻസ് തരൂ സെമിനാറിന്? എക്സാം കഴിയുന്ന മുന്നേ സെമിനാർ ചെയ്യാന്ന് വെച്ചിട്ട്. ആണോ? സാബിക്ക് എന്നാ റെഡി ആയിട്ട് വരിക? മൺഡേ ഒക്കെ അവധി ആയിരിക്കുമല്ലോ അല്ലേ? എന്നാ നെക്സ്റ്റ് ക്ലാസ് എന്ന് വെച്ചാ അന്നത്തേക്ക്. ഇന്നിപ്പോ ഈ ആഴ്ചത്തെ ലാസ്റ്റ് ക്ലാസ് അല്ലേ? അതെ. മൺഡേ എന്ന് പറയുമ്പോൾ നമുക്ക് കലണ്ടർ ഹോളിഡേ മൺഡേ അല്ലേ പെരുന്നാളിന്റെ? പെരുന്നാളിന്റെ അങ്ങനെ പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നറിയില്ല. അതൊരു കൺഫർമേഷൻ. പിന്നെ അതുപോലെ 4-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യല്ലേ? അതാണ്. അതുകൊണ്ട് PG ക്ലാസ് അറിയില്ലായിരിക്കും. എന്തായാലും 5 ദിവസം മുമ്പെങ്കിലും നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തരുമായിരിക്കും. പെരുന്നാളും സ്റ്റഡി ലീവ് ഒരുമിച്ച് തരുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് റെഗുലർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? PGയുടെ ക്ലാസ് റെഗുലർ ആയിട്ടുണ്ടാവും. അപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല. എന്റെ പേര് സമീന. സമീന റെഡിയാണോ സെമിനാറിന്? ഞാനൊരു കാര്യം ചെയ്യാം, വേഗം ടോപ്പിക് ഒന്ന് ഞാനിടാം. എളുപ്പമുള്ളത് ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞ 5 ടൈപ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ടൈപ്പാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി അതല്ല വേറെ ടോപ്പിക് വേണമെന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ ചൂസ് ദാറ്റ് ഓൾസോ. ഇന്ന് MT11 എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ 11 ക്ലാസ്സിൽ കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓരോരോ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ഓരോന്ന് ചെയ്യുമെന്നിട്ട് അവർക്ക് ക്ലാസ്സിൽ കാണിച്ചു തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ക്ലാസ്സിൽ കാണിച്ച ആ കുട്ടിയെ എനിക്ക് എവിടെയോ നല്ല പരിചയം, ശബ്ദവും എനിക്ക് നല്ല പരിചയം. എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല കേട്ടോ. ഇതിങ്ങനെ അത് ചെയ്ത ആക്ടിവിറ്റീസ് കാണിക്കാൻ ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ബോട്ടിലാട്ടൊക്കെ കാണിച്ചു തരുക. ഞാനിത് ആരാണെന്ന് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഒരു യൂട്യൂബ് ബ്ലോഗർ ആയിരുന്നു. ശ്രീസ് വെജ് മെനു എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെജിറ്റേറിയൻ ചെയ്യുന്ന ഒരു കൊച്ച. വെജിറ്റേറിയൻ. ഞാൻ റെഗുലർ വ്യൂവറാ. ഞാനും അതെ. എനിക്ക് എപ്പോഴെങ്കിലും സെൽഫ് ലവ് ഇങ്ങനെ പ്രാന്താവുമ്പോ ഞാൻ ശ്രീയുടെ റെസിപ്പി പോയി എടുത്തിട്ട് ഉണ്ടാക്കി തന്നെ കഴിക്കലാണ് എന്റെ പണി. എനിക്ക് വെജിറ്റേറിയൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഫിഷ് ഒന്നും കഴിക്കില്ല എന്നല്ല, ബട്ട് ഐ ലൈക്ക് വെജ് മോർ. പക്ഷെ വീട്ടില് അങ്ങനെ വെജ് കാര്യമായി പോകാത്ത കാരണം നമ്മൾ ചിലപ്പം അവരൊക്കെ കഴിക്കുന്നതിന്റെ ഗ്രേവിയിലൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുമല്ലോ. അപ്പൊ ചിലപ്പോ ഈ സെൽഫ് ലവ് ഭയങ്കരമായിട്ട് ഭ്രാന്താവുന്ന സമയത്ത് ഞാൻ ശ്രീയുടെ റെസിപ്പി പോയിട്ട് എടുത്തിട്ട് തന്നെ ചെയ്തു. അപ്പൊ എനിക്ക് ശ്രീയെ ആ ക്ലാസ്സിൽ കണ്ടപ്പോഴുണ്ടല്ലോ എന്തൊരു സന്തോഷമായിരുന്നു. മാം, ഞാന് ഗുരുവായൂർ രസകാളൻ കഴിക്കുമ്പോ ആ റെസിപ്പി കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശ്രീയുടെ വീഡിയോ കണ്ടിട്ട് സ്ഥിരം രസകാളൻ ഇപ്പൊ ഒരു ഡിഷായി മാറിയിരിക്കുകയാണ്. നല്ല നല്ല നാടൻ റെസിപ്പീസാ എല്ലാം. ആ കുട്ടി പറയും ഞാൻ ഭയങ്കര തളർന്നിരുന്ന സമയത്തായിരുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതിന് കിട്ടിയ പ്ലേ ബട്ടൺ ഒക്കെ കാണിച്ചു തന്നു. പിന്നെ ഞാനിപ്പോ ഓരോ കാര്യങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്തപ്പോൾ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷം തോന്നി. മാം ഒരു കാര്യം ചോദിക്കട്ടെ മാം? ഏപ്രിൽ 4 ഏത് ബാച്ചുകാർക്കാണ് എക്സാം? MT1 ആൻഡ് MT3. MT1 പിന്നെ 3.
മാം MT5 അല്ല MT5th ബാച്ചുകാർക്ക് എപ്പോഴായിരിക്കും എക്സാം? ദീപിക, നിങ്ങൾ ഏത് ഇയറിലാ ജോയിൻ ആയത്? ഏത് മന്തിലാ ജോയിൻ ആയത്? ജൂലൈ. ജൂലൈ. സോ നിങ്ങളുടെ ക്ലാസ്സസ് തീരുന്നത് ഒരു മെയില് തീർന്നിട്ട് ജൂൺ ജൂലൈ സമയത്തായിരിക്കും നിങ്ങളുടെ മോഡൽ എക്സാം, മെയിൻ എക്സാം, വൈവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. കാരണം നിങ്ങൾക്ക് മുമ്പ് ഒരു ബാച്ചും കൂടി ഉണ്ട്, MT4. അവിടെ മോഡൽ എക്സാമും മെയിൻ എക്സാമും. നമുക്ക് പൊതുവെ 10th പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? അതുപോലെ ആയിരിക്കും. ഇവരുടെ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് എത്ര നാളായിരുന്നു ചോദിച്ചേ? MT3 അല്ലെങ്കിൽ MT1? ഒരു മിനിറ്റ്, ജ്യോതിയുടെ കോള് വരുന്നേ. എന്തോ പറ്റി. ജ്യോതിയുടെ ഡേറ്റ തീർന്നു പോയി. ജ്യോതി പക്ഷേ കുട്ടിയുടെ ഫോണിൽ നിന്ന് കണക്ട് ചെയ്യാനൊക്കെ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല ഹോട്ട്സ്പോട്ട് ചെയ്ത്. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ക്ലാസ്സിൽ വന്ന് കൺക്ലൂഡ് ചെയ്താൽ മതി. ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ടോപ്പിക്കിന്റെ. ഓക്കെ, ഇതാണ് ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ. അതിൽ 5 ഉണ്ട്. ഹരിത, യു ക്യാൻ സെലക്ട് എനിവൺ. ആൻഡ് ഒരാളും കൂടെ പറഞ്ഞല്ലോ, സെമീനിയോ. ആരായിരുന്നു പറഞ്ഞു? സമീന. ഓക്കെ, സമീനയ്ക്ക് ആ ടോപ്പിക്കിൽ ഏതെങ്കിലും മതിയോ? അപ്പൊ നിങ്ങൾ തമ്മിലൊന്ന്, ഒരാൾ എടുക്കുന്ന തന്നെ മറ്റേ ആളാവരുതല്ലോ. 5 ടൈപ്പ് സൂപ്പർവിഷൻ ഇവിടെ കാണാം. അതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. ഇപ്പൊ തന്നെ പറയുവാണെങ്കിൽ തമ്മിൽ അറിയാൻ പറ്റും ആരാ ഏതാന്നുള്ളത്. മാം അതൊന്ന് പറയുമോ? അത് സെലക്ട് ചെയ്യാം. നമുക്ക് 5 ടൈപ്പ് ഉണ്ട്. അല്ല, മാമറിനും പറഞ്ഞു, ഞാൻ എടുത്തോളാം. മാമറിന് സെലക്ട് ചെയ്യുക. ഓക്കെ. ഫസ്റ്റ് വൺ തന്നെ എടുത്തോ, കറക്റ്റീവ് സൂപ്പർവിഷൻ. ആൻഡ് ഹരിത, വാട്ട് അബൌട്ട് യു? ഓർഡറിൽ അങ്ങ് എടുക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ബാക്കി ഞാൻ എടുത്താൽ മതിയല്ലോ, വേറെ ആരും ഇല്ലെങ്കിൽ. സെക്കൻഡ് വൺ പ്രിവെന്റീവ് സൂപ്പർവിഷൻ. ആൻഡ് വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരും ഇല്ല. ചിലപ്പോൾ ഡേറ്റ കുറച്ച് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വളരെ ചെറിയ പാരഗ്രാഫുകളും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ എക്സ്ട്രാ ഡേറ്റാസ് കളക്ട് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മോസ്റ്റ് പ്രോബബ്ലി ഇനി എക്സാം കഴിഞ്ഞിട്ടേ കാണുള്ളൂ എന്ന് തോന്നുന്നു. കാരണം മൺഡേ അവധിയായിരിക്കും, ട്യൂസ്ഡേ പിന്നെ സ്റ്റഡി ലീവ് അല്ലേ, MT1 ആൻഡ് MT3. അപ്പൊ പിന്നെ PGയുടെ ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് മോഡൽ എക്സാം കഴിഞ്ഞ് മിക്കവാറും ഒരു 17th സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നായിരുന്നു സുജാത കഴിഞ്ഞത്? 25th ആ ഒരു ഡേറ്റിൽ കഴിഞ്ഞു. അപ്പൊ നമ്മള് സ്കൂളിലൊക്കെ ആയിരുന്നപ്പോൾ അങ്ങനെ തന്നെയല്ലേ, മോഡൽ എക്സാം കഴിഞ്ഞ് മേ ബി ഒരു 10 to 15 days ഒക്കെ കഴിയുമ്പോഴേക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, മെയിൻ എക്സാം. സോ
അപ്പൊ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും സൂപ്പർവിഷൻ സെമിനാർ ഇനി നടത്തും. വന്നത്. എനിക്ക് 2-3 പേര് പറഞ്ഞപ്പോ കേട്ടില്ല, എന്തായിരുന്നു? അല്ല മാം, എക്സാം കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് സെമിനാർ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത് അതെ അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു 5 days എങ്കിലും മിനിമം തരാറുണ്ട് എക്സാമിന് മുമ്പേ, സ്റ്റഡി ലീവ് പോലെ. അപ്പൊ മിക്കവാറും മൺഡേ എന്തായാലും അവധിയായിരിക്കും, പെരുന്നാളിന്റെ അവധി മൺഡേ ട്യൂസ്ഡേ ഒക്കെ വരുമായിരിക്കും. അപ്പൊ പിന്നെ സ്റ്റഡി ലീവ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരുമിച്ചായിരിക്കും. ഇതുവരെ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നില്ല. നിങ്ങൾക്ക് കിട്ടുമായിരിക്കും നോട്ടിഫിക്കേഷൻ ഇന്ന് വൈകിട്ടോ നാളെ ആയിട്ടോ. ടീച്ചറെ MT4 എക്സാമിനെ പറ്റി ഒരു ഇൻഫർമേഷൻ തരാമോ? നിങ്ങൾക്ക് ജൂണിലായിരുന്നില്ലേ സ്റ്റാർട്ട് ചെയ്തത് കോഴ്സ്? അതെ ജൂൺ. നിങ്ങൾക്കുള്ള എക്സാമിന്റെ കാര്യം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാമുമായിട്ട്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ MT1, MT2 and 3 മോഡ്യൂൾ 1 കഴിഞ്ഞപ്പോ ഒരു 100 ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു. മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2 ഇംഗ്ലീഷും കൂടി ചേർത്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഉണ്ടാവില്ല. അതിന് പകരം ഇവരുടെ ക്വസ്റ്റ്യൻസ്, 2 ബാച്ചിന്റെയും ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ കീ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ തന്നിട്ട് നേരെ മോഡൽ എക്സാം ആയിരിക്കും. നിങ്ങളുടെ മോഡൽ എക്സാം ഇവരുടെ മെയിൻ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും. അതിനുശേഷം മെയിൻ എക്സാമിന്റെ വരും. മിക്കവാറും മെയ്യോട് കൂടി നിങ്ങളുടെ കഴിയും. മെയ് ലാസ്റ്റോടെ നമ്മുടെ എല്ലാ എക്സാം കംപ്ലീറ്റ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെയാ വരുന്നത്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഇവരുടെ വൈവ ഒന്ന് ഒതുങ്ങുമ്പോഴേക്കും നിങ്ങളുടെ വൈവ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മെയ് 15th കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലക്ഷ്മി നാട്ടിൽ പോകുന്ന കാരണമുള്ള ഡൗട്ടാണല്ലേ? അതെ, വേറെ കുറച്ച് പ്ലാനിങ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും നടക്കുമോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. നാളെയും കൊണ്ട് എന്തായാലും ഞാൻ പറയാം. ഓക്കെ മാം, ഒരു ഡൗട്ട് കൂടെ. ഈ PGയുടെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരില്ല? PGയുടെ നമുക്ക് സെപ്പറേറ്റ് ഒറ്റ സബ്ജക്റ്റ് ആണ്, രണ്ടും കൂടി 2 മോഡ്യൂളും കൂടെ ഒറ്റ സബ്ജക്റ്റ് ആയിട്ട് എക്സാം സെപ്പറേറ്റ് നടക്കും. പോർഷൻ കഴിഞ്ഞ് 1 വീക്കിനുള്ളിൽ 1 വീക്കോ 2 വീക്കോ എത്രയെങ്കിലും ദിവസം നിങ്ങൾക്ക് തന്നിട്ട് എക്സാം നടത്തും. PGക്ക് പ്രത്യേക മോഡൽ എക്സാം അങ്ങനെയൊന്നുമില്ല. മോക്ക് ടെസ്റ്റുകൾ ഉടനെ പ്രൊവൈഡ് ചെയ്യും, അത് പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം ഏപ്രിൽ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും PGയുടെ എക്സാം ഉണ്ടായിരിക്കും. PGക്ക് PGക്ക് വേറെ വൈവ ഉണ്ടാവും? ഇല്ല. ഒരു ഐഡിയ ഇല്ല. PGക്ക് മോഡൽ എക്സാം വേണം പ്ലീസ്. നോക്കട്ടെ, ടൈമാണ് അതൊരു ഒത്തിരി ലാഗ് ആയിട്ടുണ്ടല്ലോ, നോക്കാം. കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 2 ദിവസം ഗ്യാപ്പ് തന്നാലും മതി. ഞങ്ങൾക്ക് മോഡൽ എക്സാം വേണം എന്തായാലും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ല. പെട്ടെന്ന് ഞങ്ങൾ അറ്റൻഡ് ചെയ്യും. ഇവർക്ക് ബാക്കിയുള്ള ബാച്ചിന് ഞങ്ങളുടെ ഒന്ന് റെഫർ ചെയ്യാം, പക്ഷെ ഞങ്ങൾക്ക് യാതൊരു ഇതും ഇല്ല മുൻപില്. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും വേണം. പാവം എന്റെ MT1കാരോ, അവരെ ഒന്നും അവർക്കൊരു റെഫറൻസും ഇല്ലാണ്ടാണ് അവര് വന്നത്. സിയയുടെ അനിയത്തി അവിടെ ഉള്ളതല്ലേ, സിയയ്ക്ക് ഒരു ധൈര്യം. എനിക്കതാണ് ധൈര്യം. എനിക്ക് എല്ലാതും അവളാണ് ഗൈഡ് ചെയ്യുന്നത്. കഴിഞ്ഞോ? വൈകിട്ട് കഴിഞ്ഞിരുന്നു തോന്നുന്നു അല്ലേ? അതെല്ലേ. ടീച്ചറെ, നമുക്ക് തന്നിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ തന്നെ മതിയില്ലേ എക്സാമിന്? മതി. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ക്ലാസ് നല്ല പോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ PDF ശരിക്കും ഡ്രൈ ആണ്. ചില ടോപ്പിക്സ് വായിച്ചാൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ക്ലാസ് കേട്ട് നിങ്ങളത് വായിക്കുമ്പോൾ നല്ലപോലെ മനസ്സിലേക്ക് അത് വരും. പിന്നെ ഞാനൊരു സെഷൻ വെക്കുന്നുണ്ട്. അത് മിക്കവാറും എക്സാമിന് മുമ്പ് വേണമെന്നാ പറഞ്ഞത്. അത് മിക്കവാറും ട്യൂസ്ഡേ ആയിരിക്കും കേട്ടോ. അത് ഞാൻ സ്പെഷ്യൽ ആയിട്ടൊരു ടൈം ഒന്ന് വാങ്ങിച്ച് MT1 and MT3 തിയറി പാർട്ടിനൊരു ഇത് വെക്കുന്നുണ്ട്. പ്രാക്ടിക്കല് പിന്നെയാണെങ്കിൽ വെച്ചാൽ മതിയല്ലോ. തിയറിക്ക് ഒരു സെഷൻ ഒരു 1.5 hours ഒരുമിച്ചിരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ? നോ മാം. തേർഡ് പാർട്ട് പാർട്ട് 3 കുറച്ച് കുഴക്കണതാ. ജാതിക്ക് നല്ല മാർക്ക് ഉണ്ടല്ലോ. എന്നിട്ട് പാർട്ട് 3 ഏതോ 100 ഒക്കെ ഇല്ലേ? അതുണ്ട് മാം. പക്ഷെ നമ്മളത് തറവായിട്ട് പഠിച്ചു വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന്, ഇതിപ്പം MCQ അല്ലേ, എന്തെങ്കിലും നമ്മളോട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. പാർട്ട് 3 നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കണം. വേറെ ഒന്നും അറിയണ്ടെന്നല്ല, ബട്ട് പാർട്ട് 3 അറിയാതെ, കാരണം വൈവേല് പലപ്പോഴും പാർട്ട് 3യെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.
പിന്നെ ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാകും അവർക്ക് പാട്രീനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. ക്ലാസ് കേറാത്തത് ഓക്കെ, പ്രശ്നമില്ല, നമ്മളുടെ പേഴ്സണൽ എന്തെങ്കിലും ഇതുകൊണ്ടായിരിക്കാം. പക്ഷെ റെക്കോർഡ് ക്ലാസ്സും കാണുന്നില്ല, അതാണ് ഒരു പ്രശ്നം. അതേസമയം റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കും ക്ലാസ്സിൽ കയറുന്നവർക്കും ആ ഐഡിയ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കണം അങ്ങനെ, ഞാൻ ഒരു സിറ്റുവേഷൻ കൊടുക്കുമ്പോൾ ഇവരത് ആൻസർ ചെയ്യുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാകും മോണ്ടിസോറി മെത്തേഡ് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ. ഇനി ജസ്റ്റിഫൈ ചെയ്യുന്നത് എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല, ചില കാര്യങ്ങളങ്ങ് ജസ്റ്റിഫൈ ചെയ്യുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇത്. പക്ഷെ വാട്ട് ഐ ആം ടെല്ലിങ് ഇസ് റൈറ്റ് എന്നുള്ള രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷൻ ഒക്കെ വരുമ്പോഴേക്കും അതൊക്കെ ഒരു പ്രശ്നമാണ്. മറിയം മോണ്ടിസോറി ഒട്ടും അലോ ചെയ്യില്ലായിരുന്നു. അവര് ഡയറക്ടേഴ്സിനും അവരുടെ കൂടെയുള്ള ഫെസിലിറ്റേറ്ററെയൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ തെറ്റാണെങ്കിലും ജസ്റ്റിഫൈ ചെയ്യാൻ അവര് സമ്മതിക്കില്ലായിരുന്നു. അതൊക്കെ ഒരു നമുക്കൊരിക്കലും അങ്ങനെ നമ്മുടെ എറേഴ്സ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യരുത്. വാട്ട് ഐ ഹാഡ് ഡൺ ഇസ് നോട്ട് റൈറ്റ് എന്ന് പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. അതൊരു ടീച്ചർക്ക് വേണ്ടുന്ന നല്ലൊരു ക്വാളിറ്റി ആട്ടോ. ടീച്ചർ സ്റ്റുഡൻസിന്റെ അടുത്ത് സോറി പറയുന്നതിൽ യാതൊരു നാണക്കേടും വിചാരിക്കേണ്ടതില്ല. ടീച്ചർ ഒന്നും ഉയരുള്ളൂ. അത് നോക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഒരു പിഴവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയോ സോൾസിനെ ബാധിക്കുന്നതാണ്. സോ ടേക്ക് കെയർ, അതെനിക്ക് പറയാൻ. നല്ല രീതിയിൽ ഇപ്പോഴും സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തെടുത്ത് പോയി ഹെൽപ്പ് ചെയ്യുന്നവര്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെ കുറെ പേരുണ്ട് നമ്മുടെ ബാച്ചില്. വേറെ ഇങ്ങനെ പ്രതിഫലമൊന്നും മോഹിച്ചൊന്നുമല്ല, അവര് ഭയങ്കര ഇഷ്ടത്തോടെ പാഷനോട് കൂടി ചെയ്യുന്ന, പേയ്മെന്റും കൊടുക്കുന്നുണ്ടെന്നൊക്കെ തരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കുറെ പേരെ കാണാൻ പറ്റി. അതൊക്കെ വളരെ സന്തോഷം. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളുടെ വെക്കേഷൻ പ്ലാൻസ് ഒക്കെ എക്സാം കാരണം അങ്ങനെ നിൽക്കുവാണോ? നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മള് അതുകൊണ്ടാണല്ലോ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വരാനുള്ള ചാൻസ് കിട്ടിയപ്പോ നമ്മളെല്ലാം ചാടി വന്നത്. മാം, എനിക്ക് ഏപ്രിൽ ലാസ്റ്റിലാവുമ്പോഴത്തേക്ക് ഒരു ടൂർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് നേരത്തെ 5th ബാച്ചുകാർക്കൊക്കെ ഏപ്രിൽ ലാസ്റ്റ് ആവുമ്പോഴത്തേക്ക് മോഡൽ എക്സാം വരും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്, ഏപ്രിൽ ആവുമ്പോഴത്തേക്ക് ഉണ്ടാവുമോ? ഞാനൊരു കാര്യം ചെയ്യാം ദീപിക, ഈ ഒരു കൺസേൺ ഞാൻ എന്തെങ്കിലും അറിയിക്കാം. കാരണം വെക്കേഷൻ ആകുമ്പോൾ എല്ലാവർക്കും പല പ്ലാൻസ് ഉള്ളത് കാരണം കലണ്ടർ ഒന്ന് വേഗം ഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറയാം. എക്സാം, നിങ്ങളുടെ അക്കാദമിക് കലണ്ടർ, എക്സാം എന്നാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് ശരിയാക്കിയിട്ട് ഷെയർ ചെയ്യാൻ പറയാം. സോ യു പീപ്പിൾ ക്യാൻ പ്ലാൻ അക്കോർഡിംഗ്. ഓക്കെ മാം. ടീച്ചർ കലണ്ടർ പറഞ്ഞപ്പോഴാണ് ഞാന് നമുക്ക് അസൈൻമെന്റിൽ ഒരു കലണ്ടർ ചെയ്യാൻ തന്നിട്ടില്ലേ? ഉണ്ട്. ദൈവമേ ടീച്ചറെ, എന്റെ കലണ്ടർ ഒന്ന് ഇങ്ങനെ തന്നെയാണോ എന്നൊന്ന് നോക്കൂ. എല്ലാരും ഒന്ന് നോക്കിക്കോട്ടോ. ലക്ഷ്മിയുടെ കലണ്ടർ കാണാനുണ്ടോ? കാണുന്നില്ല, വീഡിയോ കാണുന്നില്ലല്ലോ. കാണാനില്ലേ? മോനുണ്ടോ അടുത്ത്? ഇല്ല, ആരും ഇല്ല ടീച്ചർ. ഞങ്ങളിപ്പോ ഒരു സ്ഥലത്ത് പോയി വന്നതേ ഉള്ളൂ. ആണോ? അവരൊക്കെ പുറത്ത് പോയി. കാണാൻ വയ്യ? ഇല്ല, എനിക്ക് കാണുന്നില്ല. ആർക്കെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല, ആർക്കും കാണുന്നില്ല. ഉണ്ട് ലക്ഷ്മി. അപ്പൊ എന്തോ പ്രശ്നം ഉണ്ടാവും ടീച്ചർ. ഡു വൺ തിങ്, എനിക്കൊരു ഫോട്ടോ എടുത്ത് അയക്കൂ വാട്സാപ്പില്. ഓക്കെ മാം. എല്ലാരും ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ വന്നല്ലേ ലഞ്ച്? അതെ, മിസ് കഴിച്ചോ ഊണ? എന്റെ ഇന്നത്തെ കാര്യം ഭയങ്കരമായിരുന്നു. ഞാൻ 10 മണിക്ക് ക്ലാസ്സിൽ കയറിയതാ. അപ്പം ഇൻ ബിറ്റ്വീൻ ഒരു 1 hour ഒക്കെ
ചോറൊക്കെ വെച്ചു, കറിയൊക്കെ വെക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയി രാവിലെ. വെള്ളമില്ലായിരുന്നു ടാങ്കില്. ക്ലീൻ ചെയ്യാൻ 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. വെള്ളം ഇല്ലാത്തതിന്റെ വിഷമം ഞങ്ങൾ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരി ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കറണ്ട് വന്നപ്പോഴേക്കും വെള്ളം കേറുന്നില്ല, ഫുട് വാൽവ് വെള്ളം വലിക്കുന്നില്ല. ഞാൻ കുറെ നേരം പ്ലംബറിന്റെ ജോലിയിലായിരുന്നു. ശരിയായി. അഞ്ജലി ഹോസ്പിറ്റലിലാണോ? എന്ത് പറ്റി? അമ്മയ്ക്ക് വയ്യ മാം, കാലിന് നീരായിട്ട് ഒരു 1.5 മാസത്തോളം ആയിക്കൊണ്ട് നടക്കുന്നു നമ്മള്. അപ്പൊ ഇന്ന് ഇവിടെ ഒരു അടുത്ത് പോയി കാണിച്ചപ്പോ ആള് പറയുന്നു മന്തിന്റെ ആണ്. പക്ഷെ മറ്റുള്ള സർജൻ ഒന്നും നോക്കിയിട്ട് അതാന്ന് പറയുന്നില്ല. അപ്പൊ അമ്മയ്ക്ക് പെട്ടെന്ന് BP ഷൂട്ടായി. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. ഞാനാണെങ്കിൽ ഫിസിയോ ഉണ്ട് ഇപ്പൊ ആഴ്ചയില്. എനിക്ക് 2:30 തൊട്ട് 3:30 വരെ ക്ലാസ്. അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ട്രാവലിംഗ് ടൈമാ, എനിക്ക് 3:30 അവിടെ എത്തണം. അപ്പൊ ഇന്നത്തെ ക്യാൻസൽ ചെയ്തു, ഹോസ്പിറ്റലിലാണ് അത് കാരണം. അതൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ ഇരിക്കണം. പിന്നെ എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുണ്ട്, അച്ഛമ്മയുണ്ട്. അച്ഛമ്മയ്ക്ക് ഒരു 106 വയസ്സുണ്ട് കേട്ടോ. ബട്ട് ഷുഗർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മുടിയൊക്കെ അവിടെ എവിടെ നരച്ചിട്ടുള്ളൂ. നല്ല ആക്റ്റീവാണ് ആള്. അപ്പൊ ഞങ്ങള് എന്നാലും യാത്രകളൊന്നും ചെയ്യാറില്ല. അപ്പോ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സൺഡേ ആണ്. എന്റെ മക്കളെല്ലാം കൂടെ ഇന്ന് എന്റെ വീട്ടിലേക്ക് പോകും. ഞാൻ നാളെ നമ്മുടെ വൈവേ ഉണ്ടല്ലോ, അതും കൂടെ കഴിഞ്ഞിട്ട് നാളെ ഞാൻ പോകും. സൺഡേ ആണ് പ്രോഗ്രാം. എന്റെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് എല്ലാവരുമായിട്ട് പോകാനുള്ള പ്ലാൻ. ലൈക്ക് റഷ്യ ഫോണിൽ സംസാരിച്ചപ്പോ അച്ഛമ്മ പറയാണ്, വയ്യ മോളെ, എന്താ അടുക്കളയിൽ ഞാനെല്ലാം അരിഞ്ഞൊക്കെ കൊടുക്കും, പിന്നെ ഇടയ്ക്ക് റൂമൊക്കെ ഒന്ന് അടിച്ചു വരും, വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ വയ്യാതെ. ഇവിടെ നമുക്ക് അതിനും വലിയ വയ്യായികയാണ്. അപ്പൊ ആള് പറയണത് 106 വയസ്സുള്ള ആള് പറയണതാണ്. ഓർമ്മയ്ക്കൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരൊക്കെ ആലോചിക്കായിരുന്നു എന്നെ നല്ലതുപോലെ സെറ്റ് മുണ്ട് വാഷ് ചെയ്യാനും സ്റ്റാർച്ച് ചെയ്ത് മടക്കി വെക്കാനും പഠിപ്പിച്ചത് അച്ഛമ്മയായിരുന്നു. പണ്ടത്തെ ആരോഗ്യമൊന്നും ഇപ്പൊ ഉണ്ടാവില്ല. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ ഭാര്യയ്ക്ക് ഇതേമാതിരി അച്ഛമ്മ ഉണ്ട്. എന്നിട്ട് അവരുടെ അമ്മാവൻ വീഡിയോ എടുത്ത് അയക്കും. ഹോസ്പിറ്റലിൽ പോവുക, മരുന്ന് കഴിക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ആള് സ്വയം മരുന്ന് ഉണ്ടാക്കുക, കഴിക്കുക. എന്നിട്ട് ഹൃദയ കണ്ടില്ലേ അച്ഛമ്മ തിരുമ്പണത് നോക്കുക പറഞ്ഞിട്ട് അലക്കണ ഫോട്ടോ എടുത്തിട്ട് എല്ലാവർക്കും വീഡിയോ എടുത്തിട്ട് സെൻഡ് ചെയ്തിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ. നല്ല 100 വയസ്സിൽ മീതെ ഉണ്ട് അവർക്കും. 5 തലമുറയായി, 5 generations ആയിട്ടത്. അങ്ങനെ എല്ലാരും കൂടിയുള്ള മീറ്റ്. മക്കള് പക്ഷെ 3 പേര് മരിച്ചു. അതാണ്, ആളിപ്പോഴും ഉണ്ട്. മക്കൾക്ക് പല പല അസുഖങ്ങളായിട്ട് അങ്ങനെ മരിച്ചു. ഓക്കെ ഫൈൻ, ഞാനെന്നാ ലീവ് ചെയ്തോട്ടെ. വേറെ ഒന്നുമല്ല, ഞാൻ 2 ചേച്ചിമാരെ ക്ലീൻ ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവരിങ്ങനെ അങ്ങനെ എന്നെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കണ്ടാവും. ഞാൻ പറഞ്ഞ ക്ലാസ് കഴിയുമ്പോ വരാം. എന്തോ. അപ്പൊ ശരി, ബൈ. Thank you, ma'am. Have a nice weekend. Thank you, madam. പെരുന്നാൾ ആശംസകൾ കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം.